Okay, good evening, students. നമ്മൾ CA ഫൗണ്ടേഷൻ ലോൻ്റെ ഫസ്റ്റ് MTP ഡിസ്കഷൻ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കഴിഞ്ഞതാണ്. സെക്കൻഡ് MTP ഡിസ്കഷനാണ്. ലാസ്റ്റ് സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. MTPയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ലോണിൻ്റെ കേസിൽ എപ്പോഴും പ്രൊവിഷൻസ് മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ടോപ്പിക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് എപ്പോഴും കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഏത് പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള വിഷയത്തിലൊക്കെ എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RTP, MTPs, പ്രീവിയസ് RTPs, പ്രീവിയസ് MTPs, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടിന് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രൊവിഷൻസും മറ്റും പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതും. നിങ്ങൾ നമ്മുടെ വർക്ക് ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ എക്സാമിലേക്കുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മളുള്ളത്. ഓക്കെ, എന്തായാലും തൽക്കാലം ഇതിൽ കറന്റ് ചാറ്റ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ എനിക്ക് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഒന്ന് ഉറപ്പുവരുത്തായിരുന്നു. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാലോ, ഓൺലൈനാണ് സെഷൻ. നമുക്ക് ഈ ടൈം എഫക്റ്റീവായിട്ട് എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെക്കാനിസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ MTPയിലെ ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ബുക്കിലുള്ള പോലെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ്റ്റർ നിഖിൽ ഹാസ് ഡിസൈഡഡ് ടു ഗെറ്റ് ഇന്റീരിയർ വർക്ക് ഫോർ ഹിസ് ന്യൂ ഓഫീസ്. നിഖിൽ ആളുടെ പുതിയ ഓഫീസിന് വേണ്ടിയിട്ട് ഇന്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പർപ്പസിന് വേണ്ടിയിട്ട് ആള് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ടീമാണ്, ഇന്റീരിയർ ടീമാണ് ഷെറിഫൈൻ ഇന്റീരിയേഴ്സ്. ഓക്കെ, ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ഷെറിഫൈൻ ഇന്റീരിയേഴ്സ് വിൽ കംപ്ലീറ്റ് ദ ഇന്റീരിയർ വർക്ക് ലേറ്റസ്റ്റ് ബൈ 31st January 2023. 31st January 2023 കൂടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അവർ എഗ്രി ചെയ്തത്. ഓക്കെ, 31st January 2023 ആയ സമയത്ത് നോക്കിയപ്പോൾ നിഖിൽ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ only 20% to 30% വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ആകെ 20% മുതൽ 30% വരെയുള്ള വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. വലിയൊരു ശതമാനം വർക്കും ഇപ്പോൾ എന്താണ്, പെൻഡിങ് ആണ്. ഈ ഡിസൈഡഡ് ടു ക്യാൻസൽ ദ കോൺട്രാക്ട് വിത്ത് ഷെറിഫൈൻ ഇന്റീരിയേഴ്സ്. ആളെന്ത് ചെയ്തു, ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് ടു ക്യാൻസൽ ദ കോൺട്രാക്ട്. On cancellation of the contract, Sherifine Interiors filed a suit against Mr. Nikhil for recovery of the cost which it has incurred on the interior work. ഷെറിഫൈൻ ഇന്റീരിയേഴ്സ് അവർക്ക് ഇതുവരെ ഇൻകർ ആയിട്ടുള്ള കോസ്റ്റിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്യൂട്ട് ഫയൽ ചെയ്തു. സ്യൂട്ട് ഫോർ റിക്കവറി ഓഫ് ദി കോസ്റ്റ് ഇൻകേർഡ്. ഓക്കെ, മിസ്റ്റർ നിഖിൽ argued that Miss Sherifine Interiors did not complete the work within the time as per contract, and further the work done till 31st January 2023 by Sherifine Interiors was of no use for him as he has to appoint a ന്യൂ ഇന്റീരിയർ ഡിസൈനർ. നോ യൂസ് ഫോർ ഹിം. ഇതുവരെ ചെയ്തിട്ടുള്ള വർക്ക് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക്. അതുപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്ക് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും യൂസ്ഫുൾ അല്ല. എന്തായാലും ഇനി പുതിയൊരാൾ എന്ത് ചെയ്യണം, ഹി ഹാസ് ടു അപ്പോയിന്റ് എ ന്യൂ ഇന്റീരിയർ ഡിസൈനർ. ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വെദർ Mr. Nikhil is liable to pay the cost of the work done by Sherifine Interiors under the provisions of the Indian Contract Act 1872. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ, 4 marks ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദ്യം സ്പ്ലിറ്റപ്പ് ചെയ്ത് വായിച്ച സമയത്ത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിഖിൽ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഓഫീസിന്റെ ഇന്റീരിയർ വർക്ക്സിന് വേണ്ടിയിട്ട് ഷെറിഫൈൻ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിനെ ഏൽപ്പിച്ചു.
31 ജാനുവരിയോട് കൂടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ 31 ജനുവരി ആയ സമയത്ത് വെറും 20 മുതൽ 30% വരെയുള്ള വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. വലിയൊരു പെർസെൻറ്റേജ്, അറൌണ്ട് 70% വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ നിൽക്കെ ഇവരെന്ത് ചെയ്തു, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. നിഖിൽ അവരുമായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഷെരീഫ് ആൻഡ് ഇന്റീരിയേഴ്സിന് ഇതുവരെ അവർ ഇൻകർ ചെയ്ത കോസ്റ്റ് എന്ത് ചെയ്യണം, തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സ്യൂട്ട്. ഇവിടെ നിഖിലിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവർ ചെയ്ത വർക്ക് അയാൾക്ക് ഒരു രീതിയിൽ ഉപകാരപ്പെടുന്നില്ല. നോ യൂസ് ഫോർ ഹിം ആസ് ഹി ഹാസ് ടു അപ്പോയിന്റ് എ ന്യൂ ഇന്റീരിയർ. ഇനി ഒരു പുതിയൊരാളെ വെച്ച് കാര്യങ്ങൾ ചെയ്യല്ലാതെ വേറെ ഇതുവരെ ചെയ്ത വർക്ക് കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. ആകെ 20-30% വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു രീതിയിലും ഹെൽപ്ഫുൾ അല്ല. ഓക്കെ, ഇവിടെ ഷെരീഫ് ആൻഡ് ഇന്റീരിയേഴ്സ് ചോദിച്ചത് പ്രകാരമുള്ള കോസ്റ്റ് ഓഫ് വർക്ക് നിഖിൽ കൊടുക്കേണ്ടി വരുമോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഗിവ് മി യുവർ സജഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു. ഓക്കെ, തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളൊക്കെ യെസ് എന്ന് ആൻസർ പറയാം. അല്ലാത്ത ആളുകൾ, അതിന്റെ ആവശ്യമില്ല എന്ന് ഫീൽ ചെയ്യുന്ന ആളുകൾ നോ എന്നും ഒന്ന് കമന്റ് ചെയ്യും പ്ലീസ്. രണ്ടുപേരുടെ ആൻസേഴ്സ് ഇപ്പൊ കണ്ടിട്ടുള്ളൂ ഞാൻ. വെയിറ്റിംഗ് ഫോർ അതർ ആൻസേഴ്സ്. ഓക്കെ, എല്ലാവരും പറയുന്നത് എസ് എന്നാണ്. ഓക്കെ, നിങ്ങൾ എസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ആൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ എസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെരീഫ് ആൻഡ് ഇന്റീരിയേഴ്സ് ചെയ്ത വർക്ക് ആൾക്ക് ഒരു രീതിയിലും യൂസ്ഫുൾ അല്ല. നോ യൂസ് ഓഫ് ഹിം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറെ പ്ലൈവുഡ് ഇറക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇറക്കിയ പ്ലൈവുഡുകൾ ലൈക്ക് എന്തൊക്കെ രീതിയിൽ കട്ട് ചെയ്ത് പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് അസംബിൾ ചെയ്യുകയോ കംപ്ലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ എടുത്തിട്ടുള്ള 20-30% വർക്ക് ഇയാൾക്ക് ഒരു രീതിയിലും യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഒന്നുകൂടെ റീതിങ്ക് ചെയ്തിട്ട് സെയിം ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകൾ ദേ ക്യാൻ റൈറ്റ് ദ സെയിം. എന്തെങ്കിലും ചേഞ്ചസ് ഉള്ള ആളുകൾക്ക് മാറ്റി പറയാം. ഓക്കെ, പാർട്ട് പെർഫോമൻസ് ചെയ്തത് കൊണ്ട് കൊടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. അൻഷാദാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ഡൗട്ടാണ്. ആക്ച്വലി നമുക്ക് ആൻസറിലേക്ക് നോക്കാം. തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഉത്തരം. അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് ആൻസർ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, let's go to the answer. Section 2I of the Indian Contract Act 1872 provides that an agreement which is enforceable by law at the option of one or more parties thereto, but not at the option of the other or others, is a voidable contract. Voidable contract എന്താന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ, നത്തിങ് കോംപ്ലിക്കേറ്റഡ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഒരാളുടെ ഓപ്ഷനിൽ വേണമെങ്കിൽ വോയിഡ് ആക്കാം അല്ലെങ്കിൽ വാലിഡ് ആക്കാം. നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ ഓർ അതേഴ്സ്. അല്ലേ, വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, further, when a party to a contract promise to perform a work within a specified time, when a party to a contract promise to perform a work within a specified time could not perform within that time, ആ ഒരു സമയത്തിനുള്ളിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ ചെയ്യാൻ പറഞ്ഞു, ആ ടൈമിനുള്ളിൽ ചെയ്തിട്ടില്ല, the contract is voidable at the option of the promisee. പ്രോമിസിയുടെ ഓപ്ഷനിൽ ഈ കോൺട്രാക്ട് എന്താണ്, വോയിഡബിൾ ആണ്. അപ്പൊ നിഖിലിനെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്, അതിലൊന്നും കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇഫ് പ്രോമിസി ഹാസ് റിസീവ്ഡ് എനി ബെനിഫിറ്റ് ഹി മസ്റ്റ് റിട്ടേൺ ടു പ്രോമിസർ. ഈ പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ പലരും എസ് എന്നുള്ള ഉത്തരം തന്നിട്ടുള്ളത് അല്ലെ. ഇഫ് പ്രോമിസി ഹാസ് റിസീവ്ഡ് എനി ബെനിഫിറ്റ് എന്ത് ചെയ്യണം, റിട്ടേൺ കൊടുക്കണം അല്ലെ. ആ ഒരു പോയിന്റിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ പലരും എസ് എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ in the given problem, the contract is voidable the option of the Mr. Nikhil as work is not completed within the time agreed in the contract.
ഇവിടെ കോൺട്രാക്ട് പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് എന്താണ് വോയിഡബിൾ ആണ്. ദ ഓപ്ഷൻ ഓഫ് മിസ്റ്റർ നിഖിൽ. ഓക്കെ. ഫർദർ മിസ്റ്റർ നിഖിൽ is not liable to pay the cost. Not liable to pay the cost by Sherifine Interiors as that cost did not provide any benefit. That cost did not provide any benefit to him and he has to appoint a new interior designer. എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇറ്റ്സ് എ വോയിഡബിൾ കോൺട്രാക്ട്. ഇതിൽ സ്വാഭാവികമാണ് ആ ഒരു ഉത്തരം നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നതിൽ എനിക്ക് യാതൊരുവിധ എന്താ പറയാ അത്ഭുതവും തോന്നിയിട്ടില്ല. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ വിഷയം. കാരണം നിങ്ങൾ ലൈക്ക് മൾട്ടിപ്പിൾ പ്രൊവിഷൻസും ഒരുപാട് ഏരിയാസും പഠിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇന്റന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് ചിലപ്പോൾ ഡൈവേർട്ട് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഡൈവേർഷൻ അല്ലെങ്കിൽ കറക്റ്റ് എവിടെ വെച്ച് ഏത് ഫോക്കസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം എന്നുള്ള മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ത്രൂ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇവിടെ ലൈക്ക് ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു ഉപകാരം ഇല്ലാത്തൊരു 20 to 30% വർക്ക് മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളത്? ഈ ഇന്റീരിയർ ടീം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടില്ല. ക്ലിയർ? Okay, let's moving on to next question. First question P ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ രജിസ്റ്റേർഡ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 35 lakhs and turnover is 2.5 crores. Okay. Whether the ABC Private Limited can avail the status of a small company, whether they can avail the status of a small company in accordance with the provisions of the Companies Act 2013. Also discuss the meaning of a small company. ഇവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 35 lakhs ആണ്. ടേൺ ഓവർ എന്ന് പറയുന്നത് 2.5 crores ആണ്. ഈ കമ്പനിയെ നമുക്ക് ലൈക്ക് സ്മോൾ കമ്പനി ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സ്മോൾ കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എപ്പോഴും അമെൻമെന്റ് ഏരിയാസ് ഇഷ്ടമാണ്. സ്മോൾ കമ്പനിയുടെ കേസിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ, അമെൻമെന്റിന്റെ ഏരിയ അല്ലെ, മൾട്ടിപ്പിൾ ടൈംസ് അമെൻമെന്റ് വന്നിട്ടുള്ള ടോപ്പിക്കാണ് സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തും അതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഡിസ്കഷൻസ് കൊണ്ടുവരാറുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സ്മോൾ കമ്പനി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഗിവ് മി ആൻസേഴ്സ് ഇൻ യുവർ കമന്റ് ബോക്സ് പ്ലീസ്. Yes, I'm getting good answers. Come on, everyone. എല്ലാരും like available ആയിട്ടുള്ള എല്ലാരും like concentrate and give you answers. Very good. Okay guys, thank you. അപ്പോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ എന്തുകൊണ്ടത് പറയാൻ കാരണം അപ്പൊ നിങ്ങൾ ഇതുകൂടെ കമന്റ് ചെയ്യും. എത്രയാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ലിമിറ്റ്? എത്രയാണ് നമ്മുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് എത്ര വരെ പറ്റും? Give me your comments. Okay, 4 crores. What about turnover? Turnover കൂടെ കമന്റ് ചെയ്യും. Okay, 40 crores. Good. നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആക്ച്വലി ഐ എം ലിറ്റിൽ സിക്ക് ടുഡേ. ചെറിയൊരു അസുഖവും ഉണ്ട്, കോൾഡിന്റെയും ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയും നമുക്ക് ഇത് ലേറ്റ് ആക്കാനോ റീഷെഡ്യൂൾ ചെയ്യാനോ സമയമില്ല. നിങ്ങളുടെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹവേഴ്സ് വരുന്നതുകൊണ്ടാണ് ലൈക്ക് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചത്. ചെറിയൊരു സിക്നസിന്റെ ചെറിയൊരു എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്കും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസേഴ്സിലേക്ക് നോക്കാം. സ്മോൾ കമ്പനിയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്മോൾ കമ്പനി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 clause 85 of the Companies Act 2013 means a company other than a public company. Paid up share capital of which does not exceed 4 crores or such higher amount as may be prescribed, which shall not be more than 10 crores. Turnover of which as per profit and loss account for which the immediately preceding financial year does not exceed 40 crores or such higher amount as may be prescribed, which shall not be more than 100 crores. ഓക്കെ. അപ്പോൾ ഇവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് എന്ന് പറയുന്നത് 4 crores ആണ്. അതുപോലെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് 40 crores ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 10 crores 100 crores ആർക്കെങ്കിലും സംശയമുണ്ടോ?
അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബൈ നോട്ടിഫിക്കേഷൻ നമ്മൾ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് ആണ് 10 crores 100 crores എന്നൊക്കെ പറയുന്നത്. ഇനീഷ്യലി ഇറ്റ് വാസ് 50 lakhs. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 50 lakhs ആയിരുന്നു, പിന്നീട് 2 crores ആയി, ഇപ്പോൾ അത് 4 crores ആയി. ക്ലിയർ? അതുപോലെ ഇവിടെ 2 crores എന്നുള്ളത് 20 crores ആയി, ഇപ്പോൾ 40 crores ആയി. ഇതുപോലെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് ആണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കേസിൽ 10 crores അതുപോലെ ടേൺ ഓവറിന്റെ കേസിൽ 100 crores എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് നോ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് പ്രകാരമുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4 crores. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 4 crores അതുപോലെ 40 crores വരെ ടേൺ ഓവർ ഉള്ള കമ്പനികൾ നമുക്ക് സ്മോൾ കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യാത്ത ചില കമ്പനികളുണ്ട്, ലൈക്ക് ഇൻ കേസ് ഓഫ് ഹോൾഡിംഗ് സബ്സിഡിയറി, അതുപോലെ കമ്പനി രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 8, അതുപോലെ സ്പെഷ്യൽ ആക്ടിന് അണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ ഇവർക്കൊന്നും അപ്ലിക്കബിൾ അല്ല. നമ്മൾ കമ്പനി സ്മോൾ കമ്പനി ഡെഫിനിഷൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതണം. ഓക്കെ, ഈ കേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് സിൻസ് ദ പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് 35 lakhs ആൻഡ് ടേൺ ഓവർ ഈസ് 2.5 crores, ഇറ്റ് ക്യാൻ അവൈൽ ദി സ്റ്റാറ്റസ് ഓഫ് എ സ്മോൾ കമ്പനി. കാരണം 35 ലക്ഷം എന്ന് പറയുന്നത് 4 കോടിക്ക് താഴെ അല്ലേ? 35 ലക്ഷം എന്ന് പറയുന്നത് 4 കോടിക്ക് താഴെയാണ്. അതുപോലെ 2.5 CR എന്ന് പറയുന്നത് 40 CR താഴെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറ്റും? സ്മോൾ കമ്പനിയുടെ സ്റ്റാറ്റസ് അവൈൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ? അതുപോലെ തന്നെ ലൈക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കൂടുതലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകളിലായിരിക്കും. മോർ ദാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിക്ക് ലൈക്ക് എക്സാമിന് കറക്റ്റ് ആയിട്ട് പോയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളായതുകൊണ്ട് അവിടെ ഇഷ്യൂ വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. അവിടെ കൺഫ്യൂഷൻസ് ഇല്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് മോർ ദാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനേക്കാൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൂടുതലും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകളിലായിരിക്കും. ഓക്കെ, എല്ലാം ചെയ്യും, പക്ഷെ നമ്മുടെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യന്റെ മേലായിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെയാണ് കൺഫ്യൂഷൻസ് വരാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Discuss the essential elements regarding the sale of unascertained goods and its appropriation as per the Sale of Goods Act 1930. അൺഅസർട്ടൈൻഡ് ഗുഡ്സിന്റെ കേസിലുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓണർഷിപ്പ് പേപ്പർ ട്രാൻസ്ഫർ ആവുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻസറിലേക്ക് നോക്കാം. Sale of unascertained goods and appropriation of the Sale of Goods Act 1930 section 23 clause 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, but there is a contract for the sale of unascertained goods by description and goods of that description are in a deliverable state. Goods in deliverable state. Unascertained goods ആണ് like by description അത് appropriate ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, are unconditionally appropriated to the contract either by seller with the assent of the buyer or by buyer with the assent of the seller. ക്ലിയർ? ബയ്യറിന് ലൈക്ക് വിത്ത് ദി അസെന്റ് ഓഫ് ദി സെല്ലർ, ബയ്യറിന് സെല്ലറുടെ സമ്മതത്തോട് കൂടി ചെയ്യാം. അതുപോലെ സെല്ലറിന് വേണമെങ്കിൽ ബയ്യറുടെ സമ്മതത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്രോപ്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? അവിടെ എന്തായി? ഓണർഷിപ്പ് പ്രോപ്പർട്ടി എന്തായി? പാസ്സാവും, ബയ്യറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോകുന്ന സമയത്ത് ആ ഫ്രൂട്ട് ഷോപ്പിൽ ഒരു കൊട്ട നിറയെ മാംഗോ ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ നമുക്കത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ നമുക്കൊരു കവർ എടുത്ത് സെല്ലറുടെ സമ്മതത്തോടു കൂടി അതിലേക്ക് നമുക്ക് വേണ്ട 1 കിലോ നമുക്ക് മാറ്റി വെക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സമ്മതത്തോടു കൂടി സെല്ലർക്ക് അതിൽ നിന്ന് 1 കിലോ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടിയിട്ട് എടുത്തുതരാൻ പറ്റും. അതാണ് ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം. ഐദർ ബൈ ദ സെല്ലർ വിത്ത് അസെന്റ് ഓഫ് ദി ബയ്യർ ഓർ ബൈ ദി ബയ്യർ വിത്ത് ദി അസെന്റ് ഓഫ് ദി സെല്ലർ. ക്ലിയർ? അതോടുകൂടി ഓണർഷിപ്പ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് thereupon passes to the buyer. Okay, whereas appropriation of goods involves selection of goods with the intention of using them in performance of the contract and with the mutual consent of the seller and the buyer. Okay, like already നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അപ്രോപ്രിയേഷനും ലൈക്ക് അവരുടെ പരസ്പര സമ്മതത്തോട് കൂടിയിരിക്കും ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി എസെൻഷ്യൽ എലിമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ലൈക്ക് കോൺട്രാക്ട് ആയിരിക്കണം. The goods should conform to description and quality stated in the contract. കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള സാധനം തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെലിവർ ചെയ്യേണ്ടത്. അതുപോലെ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കണം. അൺകണ്ടീഷണലി നമ്മളത് എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? ലൈക്ക് ഒന്നുകിൽ ടു ദി ബയ്യർ ഡയറക്ട്ലി ബയ്യർക്ക് ഡെലിവർ ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ ഏജന്റിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ കാരിയറിലേക്ക്. ഡിപ്പെൻസ് അപ്പോൺ ദി കോൺട്രാക്ട്. കോൺട്രാക്ടിനനുസരിച്ച് അതിന് വേരിയേഷൻസ് വരും. ക്ലിയർ? The appropriation must be made by, നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്രോപ്രിയേഷൻ ആരാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയ്യർ ആണോ സെല്ലർ ആണോ? പറ, അപ്രോപ്രിയേഷൻ ചെയ്യേണ്ടത് ബയ്യർ ആണോ സെല്ലർ ആണോ? ഗിവ് മി യുവർ ആൻസേഴ്സ്. കം ഓൺ, പറ. അപ്രോപ്രിയേഷൻ ചെയ്യേണ്ടത് ബയ്യർ ആണോ സെല്ലർ ആണോ?
ഓക്കെ ഗൈസ് ഗുഡ്. ബയ്യറിനും ചെയ്യാം സെല്ലറിനും ചെയ്യല. സെല്ലർ വിത്ത് ദി അസെന്റ് ഓഫ് ബയ്യർ, അല്ലെങ്കിൽ ബയ്യർ വിത്ത് ദി അസെന്റ് ഓഫ് ദി സെല്ലർ. ഓക്കെ, ഈ അസെന്റ് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് ലൈക്ക് സെല്ലർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചെയ്തു എന്ന് വാക്കാലോ പറയണമെന്നൊന്നുമില്ല. അയാളുടെ കണ്ടക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതായാലും മതി. ഓക്കെ, അതുപോലെ അസെന്റ് മേ ബി ഗിവൻ ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. ഇപ്പൊ നമ്മള് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാംഗോന്റെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട 1 കിലോ എടുത്തതിന് ശേഷം അയാൾ എന്ത് ചെയ്താലും മതി. അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾ ഓക്കെ എന്നുള്ള രീതിയിൽ ലൈക്ക് നമുക്ക് അതിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ബില്ല് തരുന്നു. ക്ലിയർ? അതിനർത്ഥം ആളെന്താണ്, അസെന്റ് തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ അപ്രോപ്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അസെന്റ് തരാം. നമ്മൾ ലൈക്ക് കവറിൽ എടുത്ത് വെച്ചതിന് ശേഷം ഓക്കെ എന്നുള്ള രീതിയിൽ പിന്നീട് സമ്മതം കൊടുത്താലും മതി. നോ ഇഷ്യൂസ്. ഓക്കെ, ഇത്ര എസെൻഷ്യൽ എലമെന്റുകളാണ് അതിൽ വരുന്നത്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ലൈക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ദാറ്റ് ഈസ് മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ദി ജനറൽ റൂൾ, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് cannot file a suit in case of breach of contract. Comment and explain the exception to this rule as per the provisions of the Indian Contract Act 1872. Stranger to a contract. Clear? ഒരു കോൺട്രാക്റ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് ലൈക്ക് കോൺട്രാക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായത്തിൽ? യെസ് ഓർ നോ? സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് cannot file a suit in case of a breach of contract എന്ന് പറയുന്നത് വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? Tell me, yes or no? ഓക്കെ ഗുഡ്. അൻഷദ് പറഞ്ഞ കറക്റ്റ് ആണ്. എസ് ശരിയാണ്, പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന എക്സെപ്ഷൻസ് തന്നെയാണ്. നമുക്ക് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ദിസ് ഇസ് അനദർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, under the Indian Contract Act 1872, the consideration for an agreement may proceed from a third party. Clear? Consideration നമുക്ക് വേണമെങ്കിൽ third party യിൽ നിന്നും ആവാം. Consideration may proceed from third party. But third party cannot sue on contract. Third party ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാൻ പറ്റില്ല. ഓൺലി എ പേഴ്സൺ ഹു ഈസ് പാർട്ടി ടു എ കോൺട്രാക്ട്, ഓൺലി എ പേഴ്സൺ ഹു ഈസ് പാർട്ടി ടു എ കോൺട്രാക്ട് ക്യാൻ സ്യൂ ഇറ്റ്. അതിൽ പാർട്ടി ആയിട്ട് വരുന്ന ആൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലെ ലൈക്ക് പാർട്ടായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. Therefore, said rule that stranger to a contract cannot sue is known as doctrine of privity of contract. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് cannot sue എന്നുള്ളതിനെ നമ്മൾ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നാണ്. ക്ലിയർ? ഈസ് അവർ സബ്ജക്ട് ടു സർട്ടൈൻ എക്സെപ്ഷൻസ്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നേരത്തെ അൻഷദ് പറഞ്ഞ പോലെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ക്ലിയർ? ഇൻ അതർ വേർഡ്സ്, ഈവൻ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് മേ എൻഫോഴ്സ് എ ക്ലെയിം ഇൻ ദി ഫോളോയിങ് കേസ്. വേറെ ഒരു മറ്റു വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ ഈവൻ സ്ട്രേഞ്ചേഴ്സിന് പോലും എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഏതൊക്കെ സിറ്റുവേഷൻ? ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് എ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ കേസിൽ ലൈക്ക് സെറ്റിലറും ട്രസ്റ്റി അല്ലാത്ത ലൈക്ക് അവർ തമ്മിലുള്ള കോൺട്രാക്ട് ആണ്. ആക്ച്വലി അവരാണ് പാർട്ടി ടു ദി കോൺട്രാക്ട് വരുന്ന സെറ്റിലറും ട്രസ്റ്റിയാണ്. പക്ഷെ ഇതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്ന ആൾ ഈവൻ ദോ പാർട്ടി ലൈക്ക് ഈസ് നോട്ട് എ കോൺട്രാക്ട് ടു ദി പാർട്ടി, ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ ഫാമിലി സെറ്റിൽമെന്റിന്റെ കേസിൽ, ഫാമിലി സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഈവൻ ദോ ആ ഒരു ഒറിജിനൽ സെറ്റിൽമെന്റിൽ പാർട്ടി ആവാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് സർട്ടൻ മാരേജ് കോൺട്രാക്ട്സ് ഓർ അറേഞ്ച്മെന്റ്സ്, നമ്മൾ ക്ലാസ്സിൽ വളരെ രസകരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാദർ ഇൻ ലോയും ലൈക്ക് സൺ ഇൻ ലോയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഇൻ റിലേഷൻ ടു എ മാരേജ്, ഈവൻ ദോ ലൈക്ക് അതിൽ ഈ സ്പൗസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്ന ആൾ അതിൽ പാർട്ടി അല്ലെങ്കിൽ പോലും അവർക്ക് ലൈക്ക് വൈഫിന് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സ്യൂ ചെയ്യാൻ പറ്റും. മാരേജ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ലൈക്ക് മാരേജ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ മാരേജ് കോൺട്രാക്ടുകളുടെ കേസിൽ ഇറ്റ്സ് പോസിബിൾ. ക്ലിയർ? അതുപോലെ ഇൻ ദ കേസ് ഓഫ് അസൈൻമെന്റ് ഓഫ് എ കോൺട്രാക്ട്, ദ ബെനിഫിറ്റ് അണ്ടർ എ കോൺട്രാക്ട് ഹാസ് ബീൻ അസൈൻഡ്, ദ അസൈനി ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് ബട്ട് സച്ച് അസൈൻമെന്റ് ഷുഡ് നോട്ട് ഇൻവോൾവ് എനി പേഴ്സണൽ സ്കിൽ. ലൈക്ക് അസൈൻമെന്റിന്റെ കേസ്, അസൈൻമെന്റ് ഒക്കെ എന്തായതാന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ അസൈൻമെന്റ് വരുന്ന സിറ്റുവേഷൻ, അസൈൻമെന്റ് സ്വാഭാവികമായിട്ട് പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാറില്ല? അസൈൻമെന്റിലേക്ക് നമ്മൾ പോവാറില്ല. അല്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മളത് ലൈക്ക് കൈമാറ്റം ചെയ്ത് വരുന്നത്. ക്ലിയർ? അത്തരം സിറ്റുവേഷൻസിൽ ആരിലേക്കാണോ അത് അസൈൻ ചെയ്ത് വരുന്നത് അവർക്ക് എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? പിന്നെ അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ, ലൈക്ക് ഏതെങ്കിലും ഒരാൾ അയാളുടെ കണ്ടക്റ്റിലൂടെ അയാളൊരു ഏജന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ അയാളുടെ കണ്ടക്റ്റിലൂടെ അങ്ങനെ ഒരു കാര്യം കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആർക്ക് അഗേൻസ്റ്റ് ലൈക്ക് അത്തരം സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് കവനന്റ് റണ്ണിങ് വിത്ത് ദി ലാൻഡ്, കവനന്റ് എന്ന് പറയുന്നത് ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ലാൻഡിന്റെ കേസിലാണ്. ഈ 2 ലാൻഡിന്റെ കേസിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അതിൽ അങ്ങനെ ഒരു കവനന്റ് വെക്കുകയാണ്. അതായത് ഈ ലാൻഡ് ലൈക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഒരു കവനന്റ് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അത് കഴിഞ്ഞ് വരുന്ന പാർട്ടികൾ ലൈക്ക് ആരൊക്കെ ആ ഭൂമി വാങ്ങിച്ചു പോകുന്നുണ്ടോ അവർക്കൊക്കെ അഗേൻസ്റ്റ് അത് എന്തായിരിക്കും, applicable ആയിരിക്കും. The person who purchases land with notice that the owner of the land is bound by certain duties affecting the land, the covenant affecting the land may be enforced by the successor of the seller. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന ആളുകളിലൊക്കെ ലൈക്ക് അവർ വെച്ചൊരു കോവനന്റ് അല്ലെങ്കിൽ പോലും അത് കഴിഞ്ഞ് പോകുന്ന ആളുകളിലേക്കൊക്കെ അത് എത്തിപ്പെടും. ഇൻ കേസ് എന്തെങ്കിലും അതിന് ലൈക്ക് വയലേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൺട്രാക്ട് ഇൻറ്റു ത്രൂ ആൻഡ് ഏജന്റ്. ഏജന്റിലൂടെ ലൈക്ക് കോൺട്രാക്ട് എന്തെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ ഈവൻ ദോ ആളതിൽ പാർട്ടിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രിൻസിപ്പളിന് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ലൈക്ക് നിങ്ങളൊരു ടോപ്പിക് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ അതിൽ വേറെ കൺഫ്യൂഷൻസോ അപ്ലിക്കേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും മറ്റൊരു ലൈക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മളെ ഫസ്റ്റ് MTP ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് നമ്പർ ഓഫ് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് അധികമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ലൈക്ക് നമ്മൾ കൂടുതൽ ഫോക്കസിൽ വരുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ലൈക്ക് മിസ്റ്റേക്സ് വരാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. ക്ലിയർ? പക്ഷെ എപ്പോഴും അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. അതാണ് ഞാൻ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരുപാട് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം അപ്ലിക്കേഷനിലായിരിക്കും ടൈം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാൻ കാരണം. ഇപ്പോൾ LLPയുടെ കേസിൽ ഡിസ്കസ് ദ ലയബിലിറ്റീസ് ഓഫ് LLP ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ് ഇൻ കേസ് ഓഫ് ഫ്രോഡ്. ക്ലിയർ? LLP ആക്ട് പ്രകാരം LLPയുടെയും പാർട്ട്നേഴ്സിന്റെയും ലയബിലിറ്റി ഫ്രോഡിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ക്യാൻ യു ഗിവ് മീ എനി ആൻസേഴ്സ്? എന്താണ് എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ലൈക്ക് LLPയിലെ പാർട്ട്നേഴ്സിനെയും അതുപോലെ LLPയുടെയും ലയബിലിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ യുവർ chat box please. Far and good. Okay, good. Okay, very nice. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നെട്ടിക്കുന്ന അല്ലെങ്കിൽ ലൈക്ക് വളരെ സർപ്രൈസിങ് ആവുന്ന ഒരു കിടിലൻ റിസൾട്ടാണ് ഈ ഡിസംബർ ടൈമിൽ എക്സാം കഴിയുമ്പോൾ വരുന്നതാവും ഞാനും പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവട്ടെ. ലെറ്റ്സ് പ്രേ ഫോർ ഇറ്റ്. ഓക്കെ, നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആരുടെ സൈഡിൽ നിന്നും അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും അധികം വന്ന് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്. ഇൻ കേസ് ഓഫ് ഫ്രോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദി ഇവന്റ് ഓഫ് ആൻ ആക്ട് carried out by LLP or partners. ചെയ്യുന്നത് LLP ആവാം അല്ലെങ്കിൽ പാർട്ട്ണർ ആവാം. ക്ലിയർ? വിത്ത് ഇന്റന്റ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ്, മറ്റു ലൈക്ക് ക്രെഡിറ്റേഴ്സിനെ മനഃപൂർവ്വം ഡിഫ്രോഡ് ചെയ്യാനുള്ള ഇന്റൻഷനോട് കൂടി. ക്ലിയർ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടി ഓർ ഫോർ എനി ഫ്രോഡുലന്റ് പർപ്പസ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ LLP യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ് ലൈക്ക് ഡിഫ്രോഡ് ചെയ്യാനുള്ള ഇന്റന്റോട് കൂടി വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ട് LLP യൂസ് ചെയ്ത ആളുകളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഷാൽ ബി അൺലിമിറ്റഡ് ഫോർ ഓൾ ഓർ എനി ഓഫ് ദി ഡെബ്റ്റ്സ് ഓർ അതർ ലയബിലിറ്റീസ് ഓഫ് ദി LLP. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ അൺലിമിറ്റഡ് എന്ന് എഴുതാതെ ഈ രീതിയിൽ വളരെ എലാബറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോഴേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈക്ക് നമുക്ക് ആ ഒരു മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ? ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Or in case any such act is carried out by a partner, the LLP is liable to the extent as the partner unless it is established by the LLP that such act was without the knowledge or authority of the LLP. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ചെയ്യുന്ന ആക്ട് ആണെങ്കിൽ പോലും LLPയും സെയിം എക്സ്റ്റെൻഡിൽ ലയബിൾ ആവും. ഇനി LLP അങ്ങനെ ലയബിൾ അല്ലാതെ ആവണം എന്നുണ്ടെങ്കിൽ അത് LLPയുടെ നോളജോ അല്ലെങ്കിൽ LLPയുടെ അതോറിറ്റിയിലോ നിന്ന് ചെയ്തതല്ല എന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരെ ലയബിലിറ്റി എന്താവുന്നത്, ഡിസ്ചാർജ് ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഡിഫ്രോഡ് ചെയ്താൽ പോലും LLP എൻറ്റയറിറ്റിയിൽ എന്താവും, അതിന് ലയബിൾ ആവും. ക്ലിയർ?
ഇനി ഇതിന്റെ പണിഷ്മെന്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ലൈക്ക് തടവിലെ 5 വർഷം വരെ തടവും 80,000 മുതൽ 5 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റമാണ്. ക്ലിയർ? ഇനി ലൈക്ക് കോമ്പൻസേഷൻസ് ഓൺ കമ്മീഷൻ ഓഫ് ഫ്രോഡ്, ലൈക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടോ? വേറെ LLP ഓർ എനി പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഓർ എംപ്ലോയി, ലൈക്ക് പാർട്ട്ണർ ആവാം, LLP ആവാം, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാം, അല്ലെ LLPയുടെ എംപ്ലോയി ആവാം. ക്ലിയർ? എന്തെങ്കിലും അഫയേഴ്സ് ഫ്രോഡുലന്റ് മാനറിൽ കണ്ടക്ടഡ് ദ അഫയേഴ്സ് ഇൻ എ fraudulent manner, then without prejudice to any criminal proceedings which may arise under any law for the time being in force, like criminal proceedings ഒക്കെ മറ്റേ ഇനിഷ്യേറ്റ് ചെയ്യുന്നൊന്നും ലൈക്ക് ഒക്കെ സെറ്റ് സൈഡ് ആക്കി വെച്ചിട്ട് തന്നെ the LLP and any such partner or designated partner or employee shall be liable to pay compensation. ലൈക്ക് അവർ എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും. ആരെയാണോ ലൈക്ക് അവർ ലൈക്ക് ചീറ്റ് ചെയ്തത്, ആരാണോ അവിടെ ലോസ് സഫർ ചെയ്യേണ്ടി വന്നത്, അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൻസേഷൻ ഈ ആളുകൾ പേ ചെയ്യേണ്ടി വരും. ക്ലിയർ? Our such LLP shall not be liable if any such partner or designated partner or employee has acted fraudulently without knowledge of LLP. Clear? Fraudulently ലൈക്ക് പാർട്ട്ണർ ആക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആക്ട് ചെയ്തത് അവരുടെ നോളജോട് കൂടിയല്ല അല്ലെങ്കിൽ അവരുടെ അതോറിറ്റിയോട് കൂടിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ LLP സേഫ് ആണ്. ആ ആളുകൾ മാത്രമേ പേഴ്സണലി എന്താവുള്ളൂ? ലാബിൾ ആവുള്ളൂ. LLPക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അതേസമയം അവർ ചെയ്തത് LLPയുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് LLP ലൈക്ക് അവരുടെ നോളജോട് കൂടിയാണ് അത് ചെയ്തതെന്നുണ്ടെങ്കിൽ LLP എന്താവും? അതിന്റെ കൂടെ ലാബിൾ ആയിരിക്കും. ക്ലിയർ? മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും മറ്റൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ് ആസ് പെർ ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്? ക്ലിയർ? നെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ ലൈക്ക് ആ 2 മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ വരുന്നത് ദാറ്റ് ഈസ് ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം? ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഓഫ് എ മൈനർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റുമോ, അതുപോലെ ആളുടെ റൈറ്റ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്? പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം ആദ്യം നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി ആ ഒരു ലൈക്ക് ഒരു പോയിന്റ് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ബൈ എ കോൺട്രാക്ട് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. ദ പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് ഫോർ എ പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് period. It is a partnership created for a particular period of time. Such a partnership comes to an end on the expiry of the fixed period. They like very simple ആണ്. നമുക്ക് ആ ഒരു ടേം തന്നെ മനസ്സിലാവും. ഫോർ എ ഫിക്സഡ് പാർട്ട്ണർഷിപ്പ് ഫോർ എ ഫിക്സഡ് പീരിയഡ്. ഒരു ഫിക്സഡ് പീരിയഡിനെ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത പാർട്ട്ണർഷിപ്പ് ആണ്. ആ ഒരു പീരിയഡ് വരെ മാത്രമായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആ ഒരു പീരിയഡ് കഴിയുമ്പോൾ കോൺട്രാക്ടിലേക്ക് ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഡിസൊല്യൂഷനിലേക്ക് വരും. ക്ലിയർ? ഇനി നമുക്ക് ലൈക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം? ഗിവ് മീ ആൻസേഴ്സ്. ക്യാൻ എ മൈനർ ബിക്കം എ പാർട്ട്ണർ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൈനറിന് പാർട്ട്ണർ ആവാൻ പറ്റുമോ? ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ് പ്ലീസ്. ഓക്കെ ഗുഡ്. ഇതിന്റെ ഇടക്ക് ലൈക്ക് കൂടുതൽ പേര് നോ തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു എസ് ഉത്തരം വന്നിരുന്നു, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, നമുക്ക് മിസ്റ്റേക്സ് ഇവിടെ വരാം, നോ ഇഷ്യൂസ്, പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് പറ്റേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരട്ടെ, പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ലൈക്ക് പല കാര്യങ്ങളും ലേൺ ചെയ്യാൻ പറ്റും. അതേസമയം ബൈ ചാൻസ് ലെക്കിലൊക്കെ നമ്മൾ ആൻസേഴ്സ് ശരിയാവുന്ന സമയത്ത് ചിലപ്പോൾ മെയിൻ എക്സാമിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ എന്താവും അവിടെ ആൻസർ തെറ്റാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം തെറ്റുന്നതൊന്നും പ്രശ്നമല്ല. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ പലരും അതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. മൈനറിന്റെ കേസിൽ ചിലർ എസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പം ഈ അഡ്മിറ്റഡ് ടു ദി ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. മൈനറിനെ നമുക്ക് പാർട്ട്ണറാക്കി എടുക്കാൻ പറ്റില്ല. മൈനറിന്റെ കേസിൽ നമുക്ക് ആകെ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ നമുക്ക് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദി അതർ പാർട്ട്നേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാം, അവരെ
admitted to the, they can be admitted to the benefits of the partnership benefits മാത്രമായിട്ട് അവരെടുക്കാം. ക്ലിയർ? മൈനറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധിക്കപ്പുറം പേഴ്സണൽ. കാരണം പാർട്ട്ണർഷിപ്പിന്റെ കേസിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് അൺലിമിറ്റഡ്ലി ലയബിൾ ആണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് വീടും പറമ്പൊക്കെ അങ്ങ് പോകും, അതാണ് പാർട്ട്ണർഷിപ്പിന്റെ കേസിലുള്ള റിസ്ക്. അപ്പൊ അത്രയും ലയബിലിറ്റിയിൽ നമുക്ക് ഒരിക്കലും മൈനറിനെ എടുക്കാൻ കഴിയില്ല. മൈനറിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഓൺലി ടു ദി ക്യാൻ ബി അഡ്മിറ്റഡ് ഓൺലി ടു ദി ബെനിഫിറ്റ്സ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദി ആൻസേഴ്സ്. Minor as a partner. A minor is not competent to contract, hence a person who is a minor according to the law. Minor like contract competent alla namakkariyalo. Minor is not competent to the contract. Not competent to contract. Hence a person who is a minor according to the law to which he is subject may not be a partner in a firm. അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു ഫേമിൽ പാർട്ണർ ആവാനും പറ്റില്ല. ബട്ട് വിത്ത് കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിന്റെ സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഹി മേ ബി അഡ്മിറ്റഡ് ടു ദി ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇതന്നെ നമ്മൾ പറഞ്ഞത്. ക്ലിയർ? നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് തറോയിട്ട് അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ അടിപൊളി അല്ല മക്കളെ, സൂപ്പറാക്കി നമുക്ക് അങ്ങ് എഴുതാം. മാർക്ക് ഇങ്ങനെ പോരും, ഫുള്ള് മാർക്ക് ഇങ്ങോട്ട് പോകുന്ന കിട്ടൂല. ഇതിൽ നമുക്കൊരു ലൈക്ക് മിസ്റ്റേക്സ് പറ്റാനുള്ള പോസിബിലിറ്റി ഈസ് വെരി ലെസ്. റൈറ്റ്? റൈറ്റ്സ് ഓഫ് എ മൈനർ ഇൻ എ പാർട്ട്ണർഷിപ്പ്. നമുക്ക് മൈനറിന്റെ റൈറ്റ്സ് കൂടെ നോക്കാം. മൈനറിന്റെ റൈറ്റ് എന്ന് പറയുന്നത് എന്തുണ്ട്? ഹി ഹാസ് എ റൈറ്റ് ടു എഗ്രീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. ഫേമിന്റെ ലൈക്ക് പ്രോഫിറ്റ്സിലുള്ള ഷെയർസിലേക്കുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ഹി ക്യാൻ ഹാവ് ആക്സസ് ടു ഇൻസ്പെക്ട് ആൻഡ് കോപ്പി അക്കൗണ്ട്സ് ഓഫ് ദി ഫേം. ലൈക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് അത് നോക്കാനും അതിന്റെ വേണ്ടി വന്ന ഇൻസ്പെക്ട് ചെയ്യാനും വേണ്ടി വന്ന അതിന്റെ കോപ്പി എടുക്കാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ഇൻ കേസ് അക്കൗണ്ട്സ് എന്തെങ്കിലും ലൈക്ക് ഡിസൊല്യൂഷനും മറ്റു സമയത്ത് ലൈക്ക് യു ക്യാൻ സ്യൂ ദ പാർട്ട്നേഴ്സ് ഫോർ അക്കൗണ്ട്സ് ഓർ ഫോർ പേയ്മെന്റ് ഓഫീസ്. ആളുടെ ഷെയറിന്റെ പേയ്മെന്റിനും മറ്റൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് സ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ? ലൈക്ക് ഈ ആള് ലൈക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ആളുടെ ഷെയറിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ലൈക്ക് എന്ത് ചെയ്യാം? മറ്റു പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാം. അതുപോലെ മേജർ ആവുന്ന സമയത്ത് ഓൺ അറ്റൈനിങ് മെജോറിറ്റി വിത്തിൻ 6 months, ഈ വിത്തിൻ 6 months elect to become a partner or not to become a partner. 6 മാസത്തിനുള്ളിൽ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മൈനർ ഡിസൈഡ് ചെയ്യണം പാർട്ട്ണർ ആയിട്ട് തുടരണോ അതോ വേണ്ടെന്ന് വെക്കണം എന്നുള്ളത്. ക്ലിയർ? If he elects to become a partner, then he is entitled to the share to which he was entitled as a minor. ലൈക്ക് പാർട്ട്ണർ ആയിട്ട് കണ്ടിന്യൂ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൈനർ ആയ സമയത്ത് എത്ര പേഴ്സൺ ആണോ അയാൾക്ക് ഷെയർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോവാം. If he does not, then his share is not liable for any acts of the firm after the date of the public notice served to thereafter. Like അയാൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഷെയർ ഈസ് നോട്ട് ലയബിൾ ഫോർ എനി ആക്ട് ഓഫ് ദി ഫേം ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് പബ്ലിക് നോട്ടീസ്. ലൈക്ക് ഇനി എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ആക്ടിനും ആളുടെ ഷെയർ ഒന്നും എന്താവില്ല? ലയബിൾ ആവില്ല. പേഴ്സണൽ ലയബിലിറ്റി എന്തായാലും ഇല്ല, ഷെയറിനും ലയബിലിറ്റി വരില്ല അതോടുകൂടി. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് മൈനർ. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അറിയാലോ. that is third B question, ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. കുറച്ച് സമയത്തിന് ശേഷമാണ് കിട്ടുന്നത്. ആക്ച്വലി ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇത്തരത്തിലുള്ള സെഷനുകളിൽ എപ്പോഴും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ? അതേസമയം ഡയറക്റ്റ് ക്വസ്റ്റ്യന് ലൈക്ക് ഇത്തരത്തിലുള്ള സെഷൻ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ലൈക്ക് കൈൻഡ് ഓഫ് ബോറിംഗ് ആയിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് നോക്കാം. ദിസ് ഇസ് ഓൾസോ ഇൻ റിലേഷൻ ടു എ മൈനർ. Ayush, who is a minor, purchased 10 fancy cards for the wedding ceremony of his sister. Clear? Ayush എന്ന് പറയുന്ന ഒരാളാണ് ഇതിൽ ക്യാരക്ടറായിട്ട് വരുന്നത്. ക്ലിയർ? ഈസ് എ മൈനർ. ആളെന്ത് ചെയ്തു? 10 ഫാൻസി കോട്ട് മേടിച്ചു. എന്തിനു വേണ്ടി? സിസ്റ്ററിന്റെ മാരേജിന് വേണ്ടി, വെഡിങ് സെറമണിക്ക് വേണ്ടി. ഓക്കെ, ഫ്രം സുർജേവാല ആൻഡ് സൺസ്. The cost of all coat was 80,000 rupees. 80,000 രൂപക്കാണ് ആശ 10 കോട്ട് വാങ്ങിച്ചത്. അതും സിസ്റ്ററിന്റെ കല്യാണത്തിന് 80,000 രൂപക്ക് ആളെന്ത് ചെയ്തു? കോട്ട് മേടിച്ചു. ഇവന് എന്റെ കല്യാണത്തിന് എത്ര രൂപക്ക് മേടിക്കുന്നുള്ളതൊക്കെ കണ്ടറിയണം. നോട്ട് ഇവൻ എ സിംഗിൾ കോട്ട് വാസ് എ നെസസിറ്റി. അതിൽ ഒരു കോട്ട് പോലും അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനമല്ല. ക്ലിയർ? നോട്ട് എ നെസസിറ്റി. നോട്ട് നെസസിറ്റി. Ayush has assets of worth of rupees 1 lakh. ആളുടെ ലൈക്ക് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ലൈക്ക് മൈനറിന്റെ അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 lakh. Sujawala and son filed a suit against Ayush for recovery of 80,000 out of his assets. Like 80,000 വേണ്ടിയിട്ട് അവർ സ്യൂട്ട് ഫയൽ ചെയ്തു. സുർജവാല ആൻഡ് സൺസ് സ്യൂട്ട് ഫയൽ ചെയ്തു. Following the provisions of the Indian Contract Act 1872, whether Ayush is liable to pay rupees 80,000 to Surjewala and Sons. സുർജവാല ആൻഡ് സൺസിന് 80,000 രൂപ
ആയുഷ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർ കൊടുത്ത സ്യൂട്ട് നിൽക്കുമോ, അവർക്ക് അവർ 80,000 റുപ്പീസ് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ഇതിലെ ചോദ്യം. ഗിവ് യുവർ ആൻസേഴ്സ്. ലൈക്ക് അവർക്ക് വെദർ ദേ വിൽ സക്സീഡ് ഓർ നോട്ട്. അവർക്ക് ആ കേസിൽ ലൈക്ക് സക്സസ് ആവാൻ പറ്റുമോ, അവർക്ക് ആ 80,000 ആയുഷിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ് വെരി സൂൺ. കം ഓൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നൈസ്, താങ്ക് യു. നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് വേണം. നിങ്ങളിപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് ശ്രദ്ധിച്ചില്ല. ഇതുപോലെ നിങ്ങളും ലൈക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ ചില ഏരിയാസ് നിന്ന് വിട്ടു. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ നെസസിറ്റി എന്നുള്ളത്, ആ നെസസിറ്റി അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫോക്കസ് വേണ്ട ഏരിയയാണ്. അതെങ്ങനെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് അങ്ങ് മാറും. ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് വായിക്കുന്ന അസറ്റ്സ് വർത്ത് 1,80,000 റുപ്പീസ് ആണ്. അപ്പോൾ ലൈക്ക് പേഴ്സണൽ അസറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കും. അവിടെ നിങ്ങളുടെ നെസസിറ്റി എന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോയി. ക്ലിയർ? അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യുക, ലൈക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്തൊക്കെ വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ മാർക്ക് ചെയ്ത് വെക്കണം. മറ്റെങ്കിൽ നിങ്ങൾ ലൈക്ക് ലെങ്തി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിവിജ്വൽ ഇത്തരത്തിലുള്ള ടേമുകൾ നിങ്ങൾ മറന്നു പോകും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ലൈക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പൈസ റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വെറുതെ ആൻസറിലേക്ക് ഒന്ന് നോക്കിയാലോ, അറിയാവുന്ന കാര്യമാണ്, എന്നാലും നോക്കാം. According to Section 11 of the Indian Contract Act 1872, a contract with minor is void ab initio. Contract with minor എന്ന് പറയുന്നത് void ab initio ആണ്. void ab initio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Give me your comments. Come on. void ab initio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Come on, പറ. ഓക്കെ, ഗുഡ്. വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്, റൈറ്റ്? അതന്നെ മൈനറുടെ കേസിലും അതന്നെയല്ലേ. മൈനർ ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. അഗ്രിമെന്റ് വിത്ത് മൈനർ എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. ക്ലിയർ? കാനോട്ട് ബി എൻഫോഴ്സ്ഡ് ടു പേ ഓഫ് ഹിസ് ലയബിലിറ്റീസ്. പാരന്റ്സ് ഓർ ഗാർഡിയൻസ് ഓഫ് മൈനർ ആർ ഓൾസോ നോട്ട് ലയബിൾ. പാരന്റ്സോ ഗാർഡിയൻസോ ഒന്നും ലയബിൾ അല്ലേ, ആർ നോട്ട് liable for any contract ended by minor. However, minor is liable for supplies. അല്ലെങ്കിൽ മൈനർ ലയബിൾ ആവുന്ന സിറ്റുവേഷൻ ഉണ്ട് എപ്പോ? ഫോർ സപ്ലൈ ഓഫ് നെസസറീസ് ഓൺലി ഔട്ട് ഓഫ് ഹിസ് അസറ്റ്സ്. നെസസറീസിന്റെ കേസിൽ തന്നെ മൈനറിന്റെ അസറ്റ്സിന് എന്തുണ്ട്, ലയബിലിറ്റി വരുന്നുണ്ട്. അതും പേഴ്സണൽ ലയബിലിറ്റി ഇല്ല, നോട്ട് പേഴ്സണലി ലയബിൾ. ക്ലിയർ? ഈവൻ നെസസറീസിന് വേണ്ടി പോലും പേഴ്സണലി ലയബിൾ അല്ല. നെസസറീസ് ആണ് സപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ സപ്ലൈ ചെയ്തത് 80,000 റുപ്പീസിന് സപ്ലൈ ചെയ്ത് നെസസറി ആണ്, ലൈക്ക് അയാളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് 80,000 സ്പെൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ക്ലിയർ? ഇൻ ദ ഇൻസ്റ്റന്റ് കേസ്, ഈ സിറ്റുവേഷനിലേക്ക് നോക്കുന്ന സമയത്ത് സുജയവൽ ആൻഡ് സൺസ് ഫയൽ a suit against Ayush for recovery of 80,000 out of his assets, who purchased 10 fancy coats for the wedding ceremony of his sister on credit. On the basis of the facts of the problem, coats were not necessary items. For Ayush, his assets cannot be attached for payment of price of coats. Therefore, Sujawala and Sons cannot claim 80,000 rupees from Ayush. ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 10 ഫാൻസി കോട്ട് ലൈക്ക് റിസീവ് ചെയ്തത് എന്തല്ല, ഒരു നെസസറി അല്ലാത്തത് കൊണ്ട് തന്നെ ആളുടെ അസറ്റ് അതിന് എന്താവില്ല, ലയബിൾ ആവില്ല. ഓൺലി ഫോർ നെസസറീസ് മാത്രമാണ് ലൈക്ക് മൈനറുടെ അസറ്റ് ലയബിൾ ആവുന്നത്. ഇവിടെ നെസസറി അല്ലാത്തത് കൊണ്ട് തന്നെ ഈവൻ അസറ്റ്സും ലയബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ സുർജവൽ ആൻഡ് സൺസിന് എന്ത് കിട്ടൂല, അവരുടെ 80,000 റുപ്പീസ് കിട്ടൂല. മൈനറുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ക്ലിയർ? ഏതെങ്കിലും മൈനർ വന്ന് ഇതുപോലെ 10 കോട്ട് എന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കരുത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Describe in brief the right of buyer against the seller in case of breach of contract of sale under Sale of Goods Act 1930. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ അണ്ടറിൽ ലൈക്ക് ബയ്യറുടെ റൈറ്റ്സ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വരുന്ന സമയങ്ങളിൽ ബയ്യർക്കുള്ള റൈറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഇസ് അനദർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ? എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. When the seller wrongfully neglects or refuses to deliver the goods to the buyer may sue the seller for damages for non-delivery. പ്രോപ്പറായിട്ട് ലൈക്ക് നോൺ ഡെലിവറിയുടെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ബയ്യറിന് എന്ത് ചെയ്യാം, നോൺ ഡെലിവറിയുടെ പേരിൽ സെല്ലറിന് അഗെയിൻസ്റ്റ് ഡാമേജസിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം. ക്ലിയർ? Sued for specific performance. When the seller commits breach of the contract of sale,
The buyer can appeal to the court for specific performance. The court can order for specific performance only when the goods are ascertained or specific and where damages would not be an adequate remedy. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഡാമേജസ് വുഡ് നോട്ട് ബി ആൻ ആഡിക്വേറ്റ് റെമഡി. അപ്പോഴാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അത് പൈസ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, ഗുഡ്സ് തന്നെ കിട്ടണം. അത്തരം സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഇവിടെ പക്ഷേ ഗുഡ്സ് അസർട്ടൈൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിരിക്കണം. ക്ലിയർ? അത്തരം സിറ്റുവേഷൻസിൽ ലൈക്ക് ഡാമേജസ് ആഡിക്വേറ്റ് റെമഡി ആയിട്ട് വരാത്ത സമയങ്ങളിൽ എനിക്ക് ആ ഗുഡ്സ് തന്നെ കിട്ടിയേ പറ്റൂ എന്ന് തോന്നുന്ന സിറ്റുവേഷനുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് യൂസ് ചെയ്യും. ക്ലിയർ? അത് ബയ്യറുടെ റൈറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. Where there is a breach of warranty on the part of the seller, or where the buyer elects to or is forced to treat breach of condition as breach of warranty, the buyer is not by reason only of such breach of warranty entitled to reject the goods on the basis of such breach of warranty, but the buyer may set up against the seller. The breach of warranty in diminution or extinction of the price, or sue the seller for damages. Like the breach of warranty വരുന്ന സിറ്റുവേഷനിൽ ക്ലിയർ, അവിടെ ലൈക്ക് ഡാമേജസ് എന്നുള്ള ഒരൊറ്റ എലമെന്റിന് പുറമെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പ്രൈസിന്റെ ഒരു പോർഷൻ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറയാം, അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ എൻറ്റയറിറ്റിയിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറയാം. ഇത്തരത്തിലുള്ള റൈറ്റ്സ് ഒക്കെ ആർക്കുണ്ട്, ബയ്യറിന് ഉണ്ട്. ക്ലിയർ? ഡാമേജസിന് പുറമെ. ക്ലിയർ? പിന്നെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഇത് ആന്റിസിപ്പേറ്ററി ബ്രീച്ചിന്റെ സിറ്റുവേഷൻ ആണ്. ക്ലിയർ? where either party to a contract of sale repudiates the contract before the date of delivery. ഏതെങ്കിലും ഒരാൾ അതിന് മുന്നേ തന്നെ പറയാണ് ഇത് ലൈക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല, പെർഫോം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അത്തരം സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ? ബയർ ഹാസ് ടു ഓപ്ഷൻസ്. ഒന്ന് ലൈക്ക് ഹി ക്യാൻ വെയിറ്റ്, സബ്സിസ്റ്റിംഗ് ആൻഡ് വെയിറ്റ് ടിൽ ഡേറ്റ് ഓഫ് ഡെലിവറി. ആ പറഞ്ഞ ദിവസം വരെ ചുമ്മാ കാത്തിരിക്കുക. അഥവാ അയാൾക്ക് മനസ്സ് മാറിയാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യാം, കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ചെയ്യുക, നേരെ ഡാമേജസ് അങ്ങ് സ്യൂ ചെയ്യാം. ദാറ്റ്സ് ടു ഓപ്ഷൻസ്. ക്ലിയർ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ക്ലിയർ? വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെലിവറി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ലൈക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് ഡാമേജസ് യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ലൈക്ക് കോൺട്രാക്ട് ലൈക്ക് ക്യാൻസൽ ആവുന്ന അല്ലെങ്കിൽ ലൈക്ക് ബ്രീച്ച് ആവുന്ന രീതിയിലുള്ള സിറ്റുവേഷനുകളിലാണ്. ലൈക്ക് മോസ്റ്റ്ലി ആന്റിസിപ്പേറ്ററി ബ്രീച്ചസ് ഒക്കെ ആയിരിക്കും ഇത്തരം സിറ്റുവേഷൻസിൽ വരിക. ക്ലിയർ? പിന്നെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ഇവിടെ ബയ്യറിന് എന്തുണ്ട്, ലൈക്ക് അയാൾ പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ബയർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഇൻട്രസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡാമേജസ്, ഓർ ടു റിക്കവർ ദ മണി പെയ്ഡ്, അല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ വാങ്ങിക്കാം, ലൈക്ക് ഇൻട്രസ്റ്റ് കൂടെ മേടിക്കാം. ക്ലിയർ? അതുപോലെ ലൈക്ക് ഈ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് കേസ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് കോൺട്രാക്ട് ടു ദി കോൺട്രറി, ദി കോർട്ട് മേ അവാർഡ് ഇൻട്രസ്റ്റ് അറ്റ് such rate as it thinks fit on the amount of the price to buyer and sued by him for the refund of the price in a case of breach of contract on the part of the seller from the date on which the payment was made. എന്നാണോ ലൈക്ക് പേയ്മെന്റ് കൊടുത്തത് അവിടുന്ന് അങ്ങോട്ടുള്ള പീരിയഡിലേക്ക് ലൈക്ക് കോർട്ട് ഡിസൈഡ് ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷനുകളിൽ കോർട്ട് ഇടപെടുന്ന സമയത്ത് അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് വേണ്ടി സ്യൂട്ട് ഫയൽ ചെയ്യും. കാരണം നമ്മുടെ പൈസ ലൈക്ക് ഈ ഹാഡ് കെപ്റ്റ് ഇറ്റ് ഫോർ എ ലോങ്ങർ ടൈം, അല്ലെങ്കിൽ ഒരു വലിയൊരു സമയത്തേക്ക് നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് അയാൾ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം, ആസ് എ ബയ്യർ വി ക്യാൻ ക്ലെയിം സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ക്ലാസ് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ കേസിൽ നമ്മൾ ലൈക്ക് അത് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനം, ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം, അതിന് പുറമെ നിങ്ങൾ ലൈക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാധനം, അതിലേക്ക് നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് വരേണ്ട ഒരു പോയിന്റ് അല്ല അതിൽ ഏതുള്ളത്. ക്ലിയർ? ഇൻ കേസ് എന്തെങ്കിലും ഏരിയസിൽ ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അത് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫാക്കൽറ്റി. ഐ വിൽ ബി അവൈലബിൾ. അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ആരായിട്ടാണോ നിങ്ങൾ കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഉള്ളത് അവരുമായിട്ട് കൺസേൺ ചെയ്ത് നിങ്ങൾക്ക് ലൈക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ക്ലിയർ? ലൈക്ക് യു ക്യാൻ കോൺടാക്ട് മീ ആൾസോ, നോ ഇഷ്യൂസ്. ക്ലിയർ? പിന്നെ ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4B. ഇത് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇവിടെ വേണം. അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എനിക്ക് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. ഓക്കെ കമോൺ. P, Q and R are partners in a partnership firm. P, Q, R ആരൊക്കെ ഉണ്ട്? P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ എന്താണ്, പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ റിട്ടയർ ചെയ്യണം ആര്? R retires from the firm without giving public notice. ഓക്കെ, ശ്രദ്ധിക്കുക. P approached S എന്ന് പറയുന്നത് പുതിയ ആളാണ് കേട്ടോ. An electronic appliance trader. He's a
ഇലക്ട്രോണിക് അപ്ലൈസ് ട്രേഡറാണ് ഫോർ പർച്ചേസ് ഓഫ് 25 ഫാൻസ് ഫോർ ഹിസ് ഫേമിന് വേണ്ടി 25 ഫാൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എസിന്റെ അടുത്ത് പോയി. അവിടെ പോയിട്ട് പി എന്ത് ചെയ്തു, ഇനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പി ഇൻട്രൊഡ്യൂസ് ഇ ലൈക്ക് അവിടുത്തെ എംപ്ലോയി ആണ്, ആൾ എന്ത് ചെയ്തു, പാർട്ണർ ആയിട്ട് എന്ത് ചെയ്തു, എസിന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പി ഇൻട്രൊഡ്യൂസ് ഇ എന്ന് പറയുന്ന ആക്ച്വലി ഇവരുടെ ഫേമിന്റെ എംപ്ലോയി ആണ്. ആ ഇനെ എന്ത് ചെയ്തു, പി ലൈക്ക് എന്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു പാർട്ണർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ? ഈ ആണെങ്കിൽ ലൈക്ക് കിട്ടിയ ചാൻസ് അല്ല, ഒരു പാർട്ണർ ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു വെയിറ്റ് എൻജോയ് ചെയ്യാൻ വിചാരിച്ചില്ല, അത് റിജക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, എസ് ബിലീവിംഗ് ഇ ആൻഡ് ആർ ആസ് പാർട്ട്നർ സപ്ലൈ 25 ഫാൻസ് ടു ദി ഫേം ഓൺ ദി ക്രെഡിറ്റ്. ബിലീവിംഗ് എസ് ആരെ വിശ്വസിച്ചു, ബിലീവിംഗ് ഇയും ആറും ലൈക്ക് രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, 25 ഫാൻസ് ഫേമിന് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. ക്ലിയർ? എന്നിട്ട് അതിന്റെ പേയ്മെന്റ് കിട്ടില്ല. എസ് ഡിഡ് നോട്ട് റിസീവ് ദ പേയ്മെന്റ് ഫോർ ദ ഫാൻസ് ഈവൻ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി ക്രെഡിറ്റ് പീരീഡ്. ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷവും എസിന് എന്ത് കിട്ടിയില്ല, പേയ്മെന്റ് കിട്ടിയില്ല. എസ് ഡിഡ് നോട്ട് റിസീവ് ദ പേയ്മെന്റ്. ക്ലിയർ? Advises from whom he can recover the payment as per the provisions of the Indian Partnership Act 1932. Indian Partnership Act 1932 പ്രകാരം എസിന് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ക്ലിയർ? നിങ്ങളുടെ ആൻസേഴ്സ് പറ, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. എനിക്ക് നല്ല റെസ്പോൺസ് വേണേ. കമോൺ. ആകെ 3 പേരുടെ റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. Come on, give me your answers. എനിവേ തന്നിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. ക്ലിയർ? എല്ലാ പാർട്ട്നേഴ്സും ക്ലിയർ. PQR ക്ലിയർ. ആർ ആക്ച്വലി ഇപ്പൊ എന്തല്ല, പാർട്ട്ണർ അല്ല, പക്ഷെ ആറും എന്താവും, ലേബിൾ ആവും. കാരണം ആറ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. ക്ലിയർ? പിന്നെ ഈയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഈ പാർട്ട്ണർ അല്ലെങ്കിൽ പോലും ലൈക്ക് ഹോൾഡിംഗ് ഔട്ട് അല്ലെങ്കിൽ എസ്റ്റോപ്പൽ എന്നുള്ള രീതിയിൽ ലൈക്ക് അയാൾ എന്ത് ചെയ്തു, ഒരു പാർട്ട്ണറിനെ പോലെ തന്നെയാണ് ആരുടെ മുന്നിലെത്തിയത്, എസിന്റെ മുന്നിലെത്തിയത്. എസ് ആണെങ്കിൽ ആ ഒരു വിശ്വാസത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫാന് ക്രെഡിറ്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അതുകൊണ്ട് ഇയും എന്താവും, ലേബിളാവും. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ ആൻസറിന്റെ പ്രസന്റേഷനിലേക്ക് നോക്കാം. ലൈക്ക് പ്രൊവിഷൻ, ഫാക്ട്, കൺക്ലൂഷൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ആൻസറിംഗ് പാറ്റേൺ നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു subsection 3 of section 32 of the Indian Partnership Act 1932, a retiring partner along with the continuing partners continue to be liable to any third party. Retiring partner third party against liable ആയിരിക്കും, continue to be liable. എങ്ങനെയാണെങ്കിൽ until public notice of his retirement has been given. public notice കൊടുക്കുന്നത് വരെ either by himself or by any other partner, but the retired partner will not be liable to any third party if latter deals with the firm without knowing that the former was a partner. ലൈക്ക് അയാൾ പാർട്ട്ണർ ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല ലൈക്ക് കോൺട്രാക്റ്റിൽ വന്നതെന്നുണ്ടെങ്കിലൊന്നും ആൾ ലേബിൾ ആവില്ല. ക്ലിയർ? അല്ലാത്ത സിറ്റുവേഷനിൽ ലൈക്ക് പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ആരെങ്കിലും അയാൾ പാർട്ട്ണർ ആണെന്നുള്ള വിശ്വാസത്തോട് കൂടിയ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിട്ടയറിംഗ് പാർട്ട്ണറോട് എന്താവും, ലേബിൾ ആവും. ക്ലിയർ? As per the provisions of section 28, where a man holds himself out as a partner or allows others to do it, when in fact he is not a partner, he is liable like a partner in the firm to anyone who on the faith of such representation has given credit to the firm. As per section 28 പ്രകാരം നോക്കുന്ന സമയത്ത് ഒരാളെ ലൈക്ക് ഒരു പാർട്ട്ണറിനെ പോലെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈക്ക് മറ്റുള്ളവർക്ക് ലൈക്ക് അയാളുടെ പേര് പാർട്ട്ണറായിട്ട് ലൈക്ക് നോമിനൽ പാർട്ട്ണർ എന്നൊക്കെയുള്ള രീതിയിൽ അയാളെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ സമ്മതിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അയാൾ മറ്റു പാർട്ട്നേഴ്സിനെ പോലെ തന്നെ ഹീസ് ലയബിൾ ലൈക്ക് എ പാർട്ട്ണർ ഇൻ ദ ഫേം ടു എനിവൺ. ആരെങ്കിലും അത് വിശ്വസിച്ചിട്ട് അവരുമായിട്ട് വല്ല ക്രെഡിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വല്ല കോൺട്രാക്റ്റിൽ എൻ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും ലയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് മിസ്റ്റർ ആർ ഹാസ് നോട്ട് ഗിവൻ ദ പബ്ലിക് നോട്ടീസ്. ആർ എന്ത് ചെയ്തിട്ടില്ല, പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടില്ല. ക്ലിയർ? അതുകൊണ്ട് തന്നെ എസ് ആണെങ്കിൽ ആറ് പാർട്ട്ണർ ആണെന്ന് വിശ്വസിച്ചിരിക്കുക. ക്ലിയർ? അതുകൊണ്ട് തന്നെ ആർ എന്തായിരിക്കും, എസിന്റെ പേയ്മെന്റിലേക്ക് ലേബിൾ ആയിരിക്കും. ക്ലിയർ?
നീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആൾസോ മിസ്റ്റർ ഹി ഹു ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ണർ ഓഫ് ദ ഫേം ടു വിച്ച് മിസ്റ്റർ ഹി ഹാസ് നോട്ട് പ്രിസ്യൂമബിളി ഡെനീഡ്. ആളെന്ത് ചെയ്തിട്ടില്ല, ഈ പാർട്ണർ ആണെന്ന് പറയുമ്പോൾ ഡെനി ചെയ്തിട്ടില്ലല്ലോ. ക്ലിയർ. അപ്പോൾ ഹോൾഡിംഗ് ഔട്ട് അല്ലെങ്കിൽ എസ്റ്റോപ്പലിന്റെ സിറ്റുവേഷൻ വന്നു. Will also be liable for the payment of 25 fans supplied to the firm on credit along with the other partners in the terms of the provisions of section 28 as stated above. അതുകൊണ്ട് തന്നെ ലൈക്ക് റിട്ടയറിംഗ് പാർട്ണർ ആയിട്ടുള്ള 6 ലേബിൾ ആവുന്ന പോലെ തന്നെ ഈ എംപ്ലോയി ആയിട്ടുള്ള ഇയും എന്താവും, ലേബിൾ ആവും. അല്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു, ലൈക്ക് ഞാൻ പാർട്ണർ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. അയാളും കൂടെ പാർട്ണർ ആണെന്ന് വിശ്വസിച്ചിട്ടല്ലേ 25 ഫാൻസ് ക്രെഡിറ്റിന് കൊടുത്തത്. ക്ലിയർ. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ എന്താവും, അവിടെ ലേബിൾ ആവും. അപ്പോൾ ലൈക്ക് വെരി ക്ലിയർ. നിങ്ങൾ ലൈക്ക് ആൻസർ നല്ല രീതിയിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് R, E, P, Q ക്ലിയർ, എവ്രി വൺ എന്തായിരിക്കും, ലേബിൾ ആയിരിക്കും. ക്ലിയർ. അതുകൊണ്ട് തന്നെ എസിന് എന്ത് ചെയ്യാം, എസ് ക്യാൻ റിക്കവർ ദ പേയ്മെന്റ് ഫ്രം ദി ഫേം P, Q, R ആൻഡ് E. P, Q, R പാർട്ട്നേഴ്സ് ആയിരുന്നു. ലൈക്ക് R റിട്ടയറിംഗ് ആണെങ്കിൽ ആൾ ഇപ്പം എന്താവും, പബ്ലിക് നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ട് ആൾ കണ്ടിന്യൂസ് ടു ബി ലേബിൾ ആയിരിക്കും. ഈ ബൈ ഹോൾഡിംഗ് ഔട്ട് ആളും ലേബിൾ ആവും. ക്ലിയർ. കൺഫ്യൂഷൻസ് ഇല്ലെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് Summer. Okay. Summer was in search of a second-hand car. For this purpose, he approached Carwala 007. Second-hand car സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ. ദിസ് ഇസ് മൈ ഏരിയ. Summer പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, കാർ ഉണ്ടല്ലോ. ഐ ലൈക്ക് ഇറ്റ്. ക്ലിയർ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിനെ ഡീൽ ചെയ്യാം. ഓക്കെ. ഇവിടെ ആരെ അപ്രോച്ച് ചെയ്ത്, കാർവാല 007, എ ഡീലർ ഇൻ പ്രീ ഓൺ കാർസ്. The sales manager of Carwala 007 showed him 3 cars which were standing in the parking lane just outside the office. ഓഫീസിന്റെ പുറത്തുള്ള ലൈക്ക് 3 cars എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. ക്ലിയർ. 3 cars ഉണ്ടായിരുന്നു അവിടെ പുറത്ത്. Showed him 3 cars which were standing in the parking lane just outside the office. Okay. Summer finalized red Wagoner car. Summer തീരുമാനിച്ച ഏതാണ്, റെഡ് വാഗണർ കാർ ആണ് ആള് ചൂസ് ചെയ്തത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ഡോക്യുമെന്റ് ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ആൻഡ് റിസീവിംഗ് ദി പ്രൈസ് ഓഫ് ദി കാർ, അതിന്റെ പേയ്മെന്റും കൊടുത്തു. സെയിൽസ് മാനേജർ ഓഫ് കാർവാല 007 എന്ത് ചെയ്തു, ഹാൻഡഡ് ഓവർ ദ കീ ഓഫ് കാർ ടു സമ്മർ. കീ ആർക്ക് കൊടുത്തു, സമ്മറിന് കൊടുത്തു. ഈ കീ സമ്മറിന് കൊടുത്തത് ഏത് ടൈപ്പ് ഡെലിവറി ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? Give me your answers in the comments. Different types of delivery ഉണ്ടല്ലോ. ഇത് ഏത് ടൈപ്പ് ഡെലിവറി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും? Give me your answers. Please give me your answers in the comment. ഓക്കെ. ലൈക്ക് ഐ ക്യാൻ ഗിവ് യു ഓപ്ഷൻസ്. ഡെലിവറി എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഡെലിവറി ഉണ്ട്, സിംബോളിക് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഉണ്ട്. വിച്ച് ഡെലിവറി? ഇത് ഏത് ടൈപ്പാ? ഗെറ്റിംഗ് ഗുഡ് ആൻസേഴ്സ്. യെസ്, കറക്റ്റ് ആണ്, സിംബോളിക് ഡെലിവറി ആണ്. ഓക്കെ. ബട്ട് വെൻ Summer was coming to the parking area for picking the car, the electric pole fell on the car which badly damaged the car. എന്താ ചെയ്യുക? ആറ്റുനോറ്റൊരു കാർ വാങ്ങിയപ്പോൾ കാറിന്റെ മേലെ ലൈക്ക് ഒരു ഇലക്ട്രിക് പോള് വീണ് fully damaged ആയി. Clear. Summer claimed the car repair expense of the car should be borne by the Carwala 007. Like കാർ വാങ്ങിച്ച സമ്മർ പറയുന്നത് ഇതിന്റെ എക്സ്പെൻസസ് കാർവാല 007 എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം എന്നാണ്. ക്ലിയർ. ആസ് കാർ വാസ് നോട്ട് ഡെലിവേർഡ് ടു ഹിം, കാരണം കാർ എന്ത് ചെയ്തിട്ടില്ല, അയാൾക്ക് ഡെലിവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആള് പറയുന്നത്. ക്ലിയർ. Referring to the provisions of Sale of Goods Act 1930, state who will be liable to get the car repaired. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 റെലവെന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പരിശോധിച്ച് നോക്കിയതിനു ശേഷം ആരാണ് കാർ റിപ്പയർ ചെയ്യേണ്ടത്? സമ്മർ ആണോ, കാർവാല 007 ആണോ? ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ്. കമോൺ പെട്ടെന്ന് വാ, പറ. കാർവാല 007 ആണോ അല്ലെങ്കിൽ സമ്മർ ആണോ എക്സ്പെൻസസ് ഏറ്റെടുക്കേണ്ടത്? കമോൺ. വെരി ഗുഡ്. അപ്പോൾ
സംഭവം കറക്റ്റാ. നിങ്ങൾക്ക് ലൈക്ക് ഗസ് ചെയ്തത് സിംബോളിക് ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ ആയിരുന്നു. അത് കഴിഞ്ഞ് സമ്മർ എന്ന് പറഞ്ഞതും കറക്റ്റ് ആൻസർ ആണ്. വിച്ച് മീൻസ് യു ആർ വെരി ഗുഡ് വിത്ത് യുവർ പ്രിപ്പറേഷൻസ്. ഐ ഹോപ്പ് സോ. ലൈക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. According to the provisions of Sale of Goods Act 1930, there are three modes of delivery. Actual delivery ഉണ്ട്, constructive delivery ഉണ്ട്, symbolic delivery ഉണ്ട്. Clear? നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? ആക്ച്വൽ ഡെലിവറി ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ഉണ്ട്, സിംബോളിക് ഉണ്ട്. ആസ് യു സെഡ്, ദിസ് ഇസ് സിംബോളിക് ഡെലിവറി. സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നതാണ് ഈസ് എ ഡെലിവറി ഓഫ് തിങ് ഇൻ ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്, ദാറ്റ് ഈസ് ഡെലിവറിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ദ കോസ്റ്റ് ഓഫ് ട്രാൻസിറ്റ് മേ ബി മെയ്ഡ് ബൈ ഹാൻഡിങ് ഓവർ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ലൈക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട്, ലൈക്ക് ഇൻ ടോക്കൺ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡെലിവറിയാണ് സിംബോളിക് ഡെലിവറി. ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രാൻസിറ്റിലുള്ള സമയത്ത് നമുക്ക് സിംബോളിക് ഡെലിവറി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ കേസിൽ നമുക്ക് അതിന്റെ ടൈറ്റിൽ ഡോക്യുമെന്റ് ആയിട്ടുള്ള ലൈക്ക് ബിൽ ഓഫ് ലേഡിങ്ങോ റെയിൽവേ റെസീറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സിംബോളിക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് നോക്കുന്ന സമയത്ത് സമ്മർ പർച്ചേസ്ഡ് എ പ്രീ ഓൺഡ് കാർ ഫ്രം കാർവാല 007 which was standing in the parking lane just outside the office. After completing the documenting formalities, he received the key of car from sales manager of Carvala 007. അതിന്റെ ഫോർമാലിറ്റീസ് ഡോക്യുമെന്റേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, കീ മേടിച്ചു. ക്ലിയർ? But when he was coming to the parking area for picking the car which was badly damaged due to fall of electric pole on the car. പക്ഷെ ലൈക്ക് കീ ഒക്കെ മേടിച്ചു വന്നപ്പോൾ ഇവിടെ ഇലക്ട്രിക് പോള് വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാർ ഹെവിലി ഡാമേജ്ഡ് ആയിട്ടുണ്ട്. Clear? On the basis of above provisions and facts, it is clear that handing over the key of car is symbolic delivery of car. Hence, summer being owner. അതോടുകൂടി അവിടെ ഡെലിവറി നടന്നല്ലോ. ലൈക്ക് ഈ കീ കൊടുത്തത് എന്താണ്, സിംബോളിക് ഡെലിവറി ആണ്. ലൈക്ക് കാർ അങ്ങ് എടുത്ത് കയ്യിൽ കൊടുക്കണം എന്നൊന്നുമില്ല. ക്ലിയർ? അവിടെ കീ കൊടുത്താൽ മതി. കീ കൊടുക്കുന്ന എന്താണ്, സിംബോളിക് ഡെലിവറിയാണ്. ക്ലിയർ? അതോടുകൂടി അവിടെ ഓണർ ആരായി, സമറായി. അതുകൊണ്ട് തന്നെ അതിന്റെ റിപ്പയറിന്റെ എക്സ്പെൻസസ് ഏറ്റെടുക്കേണ്ട ആരാണ്, ബീങ് ഓണർ. സമ്മർ ബീങ് ഓണർ, he must bear repair expenses of the car. Clear? I hope things are clear. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഡൗട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടൈം ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റിക്ക് ഓൺ ടു ദിസ്. നിങ്ങൾ എങ്ങനെ പോയാലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ഇതിനേക്കാളും കൂടുതൽ സമയം എടുക്കാനേ ചാൻസസ് ഉള്ളൂ. ക്ലിയർ? അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഈ ടൈം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് അല്ല. നല്ല രീതിയിൽ ലൈക്ക് അപ്രോച്ച് ചെയ്തിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ്. കമ്പനിയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമ്മൾ ലൈക്ക് സ്റ്റുഡൻസിനൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ലൈക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടൊക്കെ ലൈക്ക് അതിന്റെ കോർപ്പറേറ്റ് വെയിലെ ലിഫ്റ്റിങ്ങും മറ്റു സിനാരിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ ബ്രീഫ്ലി സ്റ്റേറ്റ് ദ സർക്കംസ്റ്റാൻസസ് വെൻ ദ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ എന്താ മക്കളെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് എന്താ? കോർപ്പറേറ്റ് വെയിൽ ആരൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഷീൽഡാണ് ആക്ച്വലി കോർപ്പറേറ്റ് വെയിൽ. ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ്. Come on boys and girls, give me your answers. ആരൊക്കെ തമ്മിലാണ് ലൈക്ക് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ ആരൊക്കെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? Good. ഓക്കെ, ഗുഡ്, താങ്ക് യു. അല്ലേ, കമ്പനിയും മെമ്പേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ അതിലേക്ക് കടക്കാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കോർപ്പറേറ്റ് വെയിൽ
Corporate will refers to a legal concept whereby the company is identified separately from members of the company. കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്നും ലൈക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെയിൽ, ഒരു കർട്ടൻ പോലുള്ള അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ വരുന്ന സാധനമാണ് കോർപ്പറേറ്റ് വെയിൽ. ഇതുകൊണ്ട് തന്നെ ഡ്യൂ ടു ദിസ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ആർ ഷീൽഡഡ് ഫ്രം ലയബിലിറ്റി. മെമ്പേഴ്സ് എന്താണ്? ഷീൽഡഡ് ഫ്രം ലയബിലിറ്റി കണക്റ്റഡ് ടു ദി കമ്പനീസ് ആക്ഷൻ. കമ്പനിയുടെ ആക്ഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലയബിലിറ്റീസ് ആരെ എഫക്റ്റഡ് ആവില്ല? മെമ്പേഴ്സ് എഫക്റ്റഡ് ആവില്ല. ക്ലിയർ? ദേ ആർ ഷീൽഡഡ്, ദേ ആർ പ്രൊട്ടക്റ്റഡ്. ക്ലിയർ? ഇതുമായി തന്നെ ബന്ധപ്പെടുത്തിയിട്ട് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ഡിസ്കഷൻ വരുന്ന ഏരിയയാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ചില ആളുകൾ ഈ ഷീൽഡിനെ ചില ഉഡായ്പിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ത് ചെയ്യും? ലിഫ്റ്റ് ചെയ്യും. The following are the cases where the company law disregards the principle of corporate personality or the principle that the company is a legal entity distinct and separate from its shareholders. So, members, ആ ഒരു ലീഗൽ ആ ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു ഷീൽഡ് ലൈക്ക് കോർട്ട് എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ ലിഫ്റ്റ് ചെയ്യും. ഏതൊക്കെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് ദി കമ്പനി. ടു ഡിറ്റർമൈൻ ക്യാരക്ടർ ഓഫ് ദി കമ്പനി, ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ കോ-എനിമി ഓർ ഫ്രണ്ട്. ക്ലിയർ? അപ്പോൾ ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് ദി കമ്പനി എന്ന് പറയുമ്പോൾ നല്ല കമ്പനിയാണോ, നല്ല സ്വഭാവമുള്ള ആളാണോ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? എന്താ ഈ കോ-എനിമി അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദി കമന്റ് ബോക്സ്. കം ഓൺ. ഓക്കെ, ഗുഡ്. വാർ, എനിമി കൺട്രി എന്നുള്ള രീതിയിലൊക്കെ ലൈക്ക് നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ്ലി സംസാരിക്കുന്ന പോലെ ചാറ്റ് ബോക്സിലെല്ലാം കൂടെ പറയാൻ ചിലർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയുടെ കേസിൽ കമ്പനിക്ക് ലൈക്ക് ഒരു നാച്ചുറൽ പേഴ്സണെ പോലെ ഒരു ശത്രുവായിട്ട് അല്ലെങ്കിൽ മിത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലല്ല ഒരു കമ്പനിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതേസമയം ചില രാജ്യങ്ങളായിട്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ മറ്റേ ലൈക്ക് കൺട്രീസിൻ്റെ ബിറ്റ്വീൻ വാർ നടക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന, ക്ലിയർ? ഇത്തരത്തിൽ എന്തെങ്കിലും വാറുകൾ ഡിക്ലെയർ ചെയ്യും അല്ലേ? അതുപോലെ ലൈക്ക് ഇപ്പോൾ കറന്റ്ലി റീസെൻ്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യ വേഴ്സസ് ഉക്രൈൻ, അതുപോലെ ഇസ്രായേൽ വേഴ്സസ് ഫലസ്തീൻ, ഇങ്ങനെയൊക്കെ യുദ്ധങ്ങൾ ലൈക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ ആരുമായിട്ടാണോ യുദ്ധം വരുന്നത് അവരെ നമ്മൾ ശത്രു രാജ്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പ്രഖ്യാപിക്കാറുണ്ട്. എനിമി കൺട്രിയായിട്ട് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിമി കൺട്രി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള ലൈക്ക് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെല്ലാം എന്താണ്? ഇഷ്യൂസ് ആണ്. ക്ലിയർ? അപ്പം നമ്മുടെ ലൈക്ക് ഒരു കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ എനിമി കൺട്രി ആണോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചൈനയുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ചൈന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ചൈനയുമായിട്ട് വാർ നടക്കുകയാണ്. ഓക്കെ, ഇന്ത്യ ചൈന വാർ നടക്കുകയാണ്. ഇന്ത്യ ചൈന വാർ നടക്കുന്ന സമയത്ത് ചൈനനെ എനിമി കൺട്രി ഡിക്ലെയർ ചെയ്തു. അങ്ങനെ നമ്മളൊരു കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അവിടെ ആ ഒരു കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ ബാക്കിലെ കൺട്രോളിങ് പേഴ്സൺസ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മെയിൻ ലൈക്ക് പാർട്ടായിട്ട് വരുന്ന ആളുകൾ ആരാണ്? ചൈനീസ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ചൈനയെ റെപ്രസെന്റ് ചെയ്യുന്ന സിറ്റിസൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കമ്പനി എന്തായി മാറും? ഒരു എനിമി കൺട്രിയായി മാറും. പിന്നെ അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും, ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടാക്സിവേഷൻ ഇങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കോർപ്പറേറ്റ് വെയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനുകളിൽ ക്ലിയർ ലൈക്ക് എന്തെങ്കിലും നമ്മുടെ ടാക്സ് ലൈക്ക് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീൽഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനുകളിലും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. ക്ലിയർ? ടു പ്രൊട്ടക്ട് റവന്യൂ ടാക്സസ്. പിന്നെ അതുപോലെ ടു അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ബോണസിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സുകളിൽ. ഇപ്പോൾ ബോണസ് ലൈക്ക് അവരുടെ ബോണസ് പേയ്മെന്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക ടു അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻ. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. അതുപോലെ ലൈക്ക് കമ്പനിയുടെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ടു ആക്ട് ആസ് ഏജന്റ്സ് ഓഫ് ദി കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ സബ്സിഡിയറി ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് കമ്പനിക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അവർക്ക് ലൈസൻസ്
അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു സബ്സിഡിയറി കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ മാറ്റുന്നു. ക്ലിയർ? ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ സബ്സിഡിയറി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലും ഈ കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്യുകയും ഇതിന് ബാക്കിൽ റെസ്പോൺസിബിൾ ആണ് ആളുകളെ റിക്വയർഡ് ആണെങ്കിൽ കോർട്ട് പണിഷ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഫ്രോഡോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ കണ്ടക്റ്റോ അല്ലെങ്കിൽ ലൈക്ക് ലോ ഡിഫീറ്റ് ചെയ്യാൻ ലൈക്ക് നിയമപരമായി പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും എന്ത് ചെയ്യും? കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ. അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കോർപ്പറേറ്റ് വെയിൽ എന്നൊക്കെ പറയുന്നത് കമ്പനിയുടെ ഹാർട്ടാണ്. ക്ലിയർ? അത്രയും ലൈക്ക് വെരി കോർ ആയിട്ടുള്ള നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദിസ് ഇസ് അനദർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൽറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Liquidated damage is a genuine pre-estimate of compensation of damages for certain anticipated breach of contract, whereas penalty on the other hand is an extravagant amount stipulated and is clearly unconscionable and has no comparison to the loss suffered by the parties. The statement ആണ് liquidated damage എന്ന് പറയുന്നത് it's a genuine pre-estimate of compensation, okay, for damages. പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാവേഗന്റ് എമൗണ്ട് ആണ്. ക്ലിയർലി അൺകോൺഷ്യനബിൾ ആൻഡ് നോ കമ്പാരിസൺ ടു ദി ലോസ് സഫേർഡ്. ക്ലിയർ? ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി വിത്ത് റെഫറൻസ് ടു പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, ഓക്കെ, എന്താ മക്കളെ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ്സ്. എന്താ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അഫോർഡബിൾ എമൗണ്ട് എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, പറ നിങ്ങളുടെ ആൻസേഴ്സ് പറ. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. മക്കളെ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്താന്നുള്ളത്. ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജെനുവിൻ പ്രീ എസ്റ്റിമേറ്റ്. ലൈക്ക് നമ്മൾ ലൈക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ലോസിന് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്നുള്ളത്. ക്ലിയർ? അതേസമയം പെനാൽറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്ട്രാവേഗന്റ് എമൗണ്ട്. എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അങ്ങ് ഫിക്സ് ചെയ്യണം. ക്ലിയർ? ലൈക്ക് എന്താ പറയുക, ഒരു പണിഷ്മെന്റ് പോലെയൊക്കെയാണ് ലൈക്ക് പെനാൽറ്റി വരുന്നത്. അതെന്തിനാ മോസ്റ്റ്ലി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെനാൽറ്റിയുടെ കേസ് എപ്പോഴും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെനാൽറ്റി വരുമെന്ന് പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുക എന്നുള്ളൊരു ഇന്റൻഷനോട് കൂട്ടിയിട്ടാണ് അത്രയും വലിയ എമൗണ്ട് സാധാരണ ഫിക്സ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി ആൻസേഴ്സ്. ഓക്കെ, liquidated damage, like already question പറഞ്ഞതാണ്, it's a genuine pre-estimate of compensation of damage for certain anticipated breach of contract. This estimate is agreed to between partners to avoid at a later date detailed calculation and the necessity to convince outside parties. Like ഇതിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻസ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് മ്യൂച്വലി നമ്മൾ തന്നെ എഗ്രി ചെയ്ത് ഇനീഷ്യലി പ്രീ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്
പാർട്ടീസ് തമ്മിൽ ഫിക്സ് ചെയ്യുന്നതാണ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നത്. ക്ലിയർ? അഗ്രീഡ് ബിറ്റ്വീൻ പാർട്ടീസ് ടു അവോയ്ഡ്. പിന്നീട് ഒരു ഡീറ്റെയിൽ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, ഔട്ട്സൈഡ് പാർട്ടീസിന് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതേസമയം പെനാൽറ്റി ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്ട്രാവഗന്റ് എമൗണ്ട് സ്റ്റിപ്പുലേറ്റഡ് ആൻഡ് ക്ലിയർലി അൺകോൺഷ്യസ്, നോ കമ്പാരിസൺ ടു ദ ലോസ്. ഒറിജിനൽ നമുക്ക് ആക്ച്വലി സഫർ ചെയ്യുന്ന ലോസുമായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് ആണ് നമ്മൾ പെനാൽറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ഡിസ്റ്റിങ്ഷൻ, ഇതിന്റെ ഡിഫറൻസസ് നമുക്ക് നോക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി. Penalty and liquidated damages have one thing in common, that both are payable on the occurrence of a breach of contract. രണ്ടും പേയബിൾ ആവുന്ന എപ്പോഴാണ്? ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആവുന്ന സിറ്റുവേഷൻസിലാണ്. ക്ലിയർ? പെനാൽറ്റി ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ഹാവ് one thing in common, that both are payable on the occurrence of a breach of contract. It is very difficult to draw a clear line of distinction between two, but certain principle as laid down below may be helpful. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺട്രാക്ട് ബ്രീച്ച് ആവുന്ന സമയത്ത് ഓൺ ഒക്കറൻസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ഇത് പേയബിൾ ആവുന്നുള്ളതാണ് ഇതിന് രണ്ടിന് കോമൺ ആയിട്ട് വരുന്ന സംഭവം. ഇതിനെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയാ എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഡിഫറൻസസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, ഫസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ, if the sum payable is so large as to be far in excess of the probable damage on breach, അത് സ്വാഭാവികമായിട്ട് പെനാൽറ്റി ആയിരിക്കും. വരാൻ സാധ്യതയുള്ള ഡാമേജിനേക്കാൾ വലിയൊരു എമൗണ്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പെനാൽറ്റി ആയിരിക്കും. ക്ലിയർ? വേറെ സം ഈസ് എക്സ്പ്രസ് ടു ബി പേയബിൾ ഓൺ എ സെർട്ടൈൻ ഡേറ്റ്. സം ഈസ് എക്സ്പ്രസ് ടു ബി പേയബിൾ ഓൺ എ സെർട്ടൈൻ ഡേറ്റ് ആൻഡ് ഫർദർ സം ഇൻ ദി ഇവന്റ് ഓഫ് ഡിഫോൾട്ട്. അതിൽ എന്തെങ്കിലും ലേറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ട് പിന്നെ പേ ചെയ്യാനെന്ന് പറയുന്നത്. ക്ലിയർ? ഇത്തരത്തിലുള്ള ലേറ്റർ സം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് പെനാൽറ്റി ആയിരിക്കും. കാരണം ചെറിയൊരു മിയർ ഡിലേ കൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, അത്തരത്തിലൊരു വലിയ ലോസ് അവിടെ വരുന്നില്ല എന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു അസംഷന്റെ പുറത്താണ് നമ്മൾ അത്തരത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഡേറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴേക്കും വലിയൊരു സം ഫിക്സ് ചെയ്യുന്നതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? The expression used by the parties is not final. Like കോൺട്രാക്റ്റിൽ ചിലപ്പോൾ പെനാൽറ്റി, ചിലപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ? The court must find out whether the sum fixed in the contract is in truth a penalty or liquidated damages. കോർട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് പെനാൽറ്റി ആണോ ലിക്വിഡേറ്റഡ് ഡാമേജ് ആണോ എന്നുള്ളത്. ക്ലിയർ? ഈ സം ഫിക്സ്ഡ് ഈസ് എക്സ്ട്രാവാഗന്റ്, ഫിക്സ് ചെയ്തിട്ടുള്ള സം എന്ന് പറയുന്നത് എക്സ്ട്രാവാഗന്റ് ആണ് അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആണ് എന്നുണ്ടെങ്കിൽ ആ കോർട്ട് എന്ത് ചെയ്യും, അതിനെ പെനാൽറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. കോർട്ട് വിൽ റിഗാർഡ് ഇറ്റ് ആസ് പെനാൽറ്റി. ഫിക്സ് ചെയ്ത എമൗണ്ട് വലിയ എമൗണ്ട് ആണ്, ആക്ച്വൽ ലോസ് ഇസ് ലൈക്ക് 1 lakh, പക്ഷേ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് 15 lakhs. ക്ലിയർ? 15 ലക്ഷം രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡാമേജ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിന് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, അവിടെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എക്സ്ട്രാ വേഗൻ. ക്ലിയർ? വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്ലിയർ? അത്തരം സിറ്റുവേഷൻസിൽ ഈവൻ അതിനെ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് ടേം ചെയ്ത് വെച്ചാൽ പോലും അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, പെനാൽറ്റി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? കോർട്ട് ഡിസൈഡ് ചെയ്യും. ക്ലിയർ? അതുപോലെ എസെൻസ് ഓഫ് എ പെനാൽറ്റി ഈസ് പേയ്മെന്റ് ഓഫ് മണി സ്റ്റിപ്പുലേറ്റഡ് ആസ് എ ടെറം ഓഫ് ദി ഒഫൻഡിംഗ് പാർട്ടി. The essence of liquidated damage എന്ന് പറയുന്നത് that is genuine pre-estimate. ക്ലിയർ? രണ്ട് സിറ്റുവേഷൻസിൽ അതിന്റെ എസെൻസ് ആയിട്ട് വരുന്നത്, പെനാൽറ്റിയുടെ കേസിലാണെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജിന്റെ കേസിലാണെങ്കിലും എസെൻസ് ആയിട്ട് വരുന്നതിന് ടോട്ടലി ഡിഫറെന്റ് ആവും. ഒന്ന് നമ്മൾ അവരെ എന്താ പറയാ, ഔട്ട് ഓഫ് ഫിയർ, ഇത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള പേടിയോട് കൂടി അവർ എങ്ങനെയെങ്കിലും ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നമ്മൾ പെനാൽറ്റി വെക്കുന്നത്. ക്ലിയർ? അതേസമയം ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറയുന്നതിലേക്ക് സ്വാഭാവികമായിട്ടൊരു കോൺട്രാക്ട് നടക്കാതെ വരുമ്പോൾ അതിലുള്ള പാർട്ടി എന്തെങ്കിലും ലോസ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻകർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലോസിൽ അവരെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിക്വിഡേറ്റഡ് ഡാമേജസിന്റെ പർപ്പസ്. ക്ലിയർ? അതിന്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ലോ ഇതിനെ കൃത്യമായിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലോ മേക്സ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി. പക്ഷേ ഇന്ത്യൻ ലോ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ദ കോഡ് ഇൻ ഇന്ത്യ മസ്റ്റ് അസർട്ടൈൻ ദ ആക്ച്വൽ ലോസ് ആൻഡ് അവോയ്ഡ് ദ സെയിം. ഇന്ത്യൻ ലോനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ലോസ് അസർട്ടൈൻ ചെയ്യുക, അതിനുള്ള ഡാമേജിനുള്ള ഓർഡർ പാസ്സാക്കി, ഇത്ര മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡേറ്റഡ് ഡാമേജ് അല്ലെങ്കിൽ പെനാൽറ്റി എന്നുള്ള രീതിയിൽ നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. Clear? The courts have not to bother about the restriction but to award reasonable compensation. To award reasonable compensation ആണ് നമ്മുടെ കോർട്ടിന്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് അവിടെ ലിക്വിഡേറ്റഡ് ഡാമേജ് മാത്രമേ ഓട്ടോമാറ്റിക്കലി വരുന്നുള്ളൂ, പെനാൽറ്റിയുടെ ഡിസ്കഷൻ തന്നെ അവിടെ വരുന്നില്ല. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് അവർ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബീങ് പെനാൽറ്റി എന്ത് ചെയ്യില്ല, പെർമിറ്റ് ചെയ്യില്ല. ക്ലിയർ? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നല്ലൊരു അടിപൊളി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് അടിക്കാൻ പറ്റിയ, സിമ്പിളായിട്ട് ലേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ്. ക്ലിയർ? ഇനി നമുക്ക് 2 സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ 2 സബ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നിപ്പോൾ കഴിഞ്ഞു, ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th B ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ
പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ് ആസ് പെർ ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. പാർട്ട്ണർഷിപ്പും കോ ഓണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇതൊക്കെ മക്കളെ പഠിച്ചു പോയി പരീക്ഷ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു എക്സാം ഹാളിൽ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ക്ലിയർ? നമ്മൾ പക്കായിട്ട് പഠിച്ചു പോയ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ സെയിം സാധനം അങ്ങനെ തന്നെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഉറപ്പാണ് 4 മാർക്കിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 നമുക്കും കിട്ടും. അപ്പൊ നമുക്ക് ആ ഡിഫറൻസിലേക്ക് കടക്കാം. ഓക്കെ, പാർട്ട്ണർഷിപ്പും കോ ഓണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഓൾവേസ് അല്ലെ, പാർട്ട്ണർഷിപ്പ് ഓൾവേസ് അറൈസ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട്. ഓൾവേസ് അറൈസസ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട്. ഇത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. ക്ലിയർ? അതേസമയം കോണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് കോണർഷിപ്പ് അറൈസ് ആവുന്ന എങ്ങനെയാണ്? മേ അറൈസ് ഐദർ ഫ്രം എഗ്രിമെന്റ് ഓർ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അത് ബൈ എഗ്രിമെന്റ് ആവാം, അല്ലെങ്കിൽ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആവാം, അല്ലെങ്കിൽ ലൈക്ക് ഇൻഹെറിറ്റൻസ്, ലൈക്ക് പാരമ്പര്യമായിട്ട് കൈമാറി, അങ്ങനെയൊക്കെ വരാം. ക്ലിയർ? കോണർഷിപ്പിന്റെ കേസിൽ അത് നെസസറിലി ഔട്ട് ഓഫ് കോൺട്രാക്ട് ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് നെസസറിലി ഫോംഡ് ഔട്ട് ഓഫ് കോൺട്രാക്ട്. ക്ലിയർ? പിന്നെ അടുത്ത ഡിസ്റ്റിങ്ഷൻ ബേസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം മക്കളെ. ലൈക്ക് ബേസിസ് ഓഫ് ഡിഫറൻസ് എഴുതണം, പാർട്ട്ണർഷിപ്പ് എഴുതണം, കോണർഷിപ്പ് ഇങ്ങനെ തന്നെ എഴുതണേ. എക്സാമിന് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണേ. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇംപ്ലൈഡ് ഏജൻസി എന്നുള്ള പോയിന്റിൽ നിന്നിട്ടുള്ളതാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. അതിൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കുന്ന ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ തന്നെ ലൈക്ക് മിയർ അല്ലെ, ചുമ്മാ പ്രോഫിറ്റ് ഷെയറിംഗ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ? Give me your answers in the comment box. പറ. പാർട്ട്ണർഷിപ്പില് ഒരു ലൈക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട് എന്നുള്ള ഒരൊറ്റ എലമെന്റിന്റെ പേരിൽ നമുക്ക് അതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റും? പറ. ഓക്കെ, ഗുഡ്. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് പ്രൈമ ഫേസി എവിഡൻസ് അല്ലെ, കൺക്ലൂസീവ് എവിഡൻസ് ആണ്. ഇവിടെ മ്യൂച്വൽ ഏജൻസി വേണം അല്ലെ. എവറി പാർട്ട്ണർ എന്ന് പറയുന്നത് മറ്റു പാർട്ട്നേഴ്സിന്റെയും ഫേമിന്റെയും ഏജന്റ് ആണ് അല്ലെ. അങ്ങനെ സിസ്റ്റമാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർ എന്താണ്? മറ്റു പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആണ്. പക്ഷെ കോണർഷിപ്പിൽ അങ്ങനെയില്ല. കോണറിന്റെ കേസിൽ മറ്റേ കോണറിന്റെ ഏജന്റ് ആയിട്ടല്ല അതർ കോണർ വരുന്നത്. ക്ലിയർ? ഇനി നേച്ചർ ഓഫ് ഇൻട്രസ്റ്റിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് മീൻസ് ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് മസ്റ്റ് ബി ഷെയർഡ്. ഇവിടെ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ലൈക്ക് പ്രോഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ലോസസ് ആണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. പക്ഷെ കോണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലൈക്ക് ലോസസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഡസ് നോട്ട് നെസസറി ഇൻവോൾവ് അല്ലെങ്കിൽ ലൈക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ആ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പൊ ലൈക്ക് ലാൻഡ് ഒക്കെ മേടിച്ചിരുന്ന സമയത്ത് ഓണർഷിപ്പിൽ വാങ്ങിച്ചിട്ടായിരിക്കും അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളൊരു കൺസേൺ ഒന്നും അവിടെ വരുന്നില്ല. ഇല്ല. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ നിങ്ങൾ പറ, പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ ഒരാൾക്ക് അയാളുടെ ഷെയർ മറ്റൊരാൾക്ക് അയാളുടെ ഇഷ്ടത്തിന് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? അങ്ങനെ ലൈക്ക് പെർമിറ്റ് ചെയ്യുന്നുണ്ടോ? ക്യാൻ എനിവൺ ട്രാൻസ്ഫർ ദ ഷെയർ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മറ്റൊരാളിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ്. കം ഓൺ. ഗുഡ്. പറ്റില്ല അല്ലേ? അവിടെ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ സമ്മതം കൊണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓൺലി ബൈ കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കോണർഷിപ്പിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എ കോണർ മേ ട്രാൻസ്ഫർ ഈസ് ഇൻട്രസ്റ്റ് ഓർ റൈറ്റ്സ് ഇൻ ദ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസെന്റ് ഓഫ് അതർ കോണേഴ്സ്. മറ്റുള്ള കോണേഴ്സിന്റെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ അയാളുടെ ഇൻട്രസ്റ്റ് കോണർഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഇതെന്നല്ല ലൈക്ക് ഡിഫറൻസിന്റെ ഏതൊക്കെ ഏരിയാസ് ഉണ്ടോ അതെ ഒന്നും വിട്ടിട്ട് പോകരുത്. എല്ലാ ബോക്സും പക്കയായിട്ട് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, സെയിൽ അഗ്രിമെന്റ്, സെയിൽ അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻ, കണ്ടീഷൻ, വാറണ്ടി, ഇങ്ങനെയുള്ള എല്ലാ ഡിഫറൻസും പക്കയായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ചുമ്മാ നോക്കിയാൽ പോരാ, ചുമ്മാ വായിച്ചാൽ പോരാ. പഠിച്ച് തീർത്ത് പക്കയായിട്ട് പരീക്ഷയ്ക്ക് വന്നാൽ ഫുള്ള് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിച്ചിട്ട് വേണം പോകാൻ. എങ്കിലേ നമുക്ക് ആ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതല്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി ഓർമ്മയിൽ നിന്ന് എഴുതിയെടുക്കാനൊക്കെയുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് നന്നായിട്ട് മിസ്സാവും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ സി ക്വസ്റ്റ്യൻ ആണ്, അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മിസ്റ്റർ ആർ, എ മാനുഫാക്ചറർ ഓഫ് ടോയ്സ് അപ്രോച്ച്ഡ് M&O പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ വർത്ത് ₹1,50,000. റോ മെറ്റീരിയലിന് വേണ്ടി M&O പ്രൈവറ്റ് ലിമിറ്റഡിന് അപ്രോച്ച് ചെയ്തു. ഒരു ആർ എന്ന് പറയുന്നത് ഈസ് എ മാനുഫാക്ചറർ ഓഫ് ടോയ്സ് മാനുഫാക്ചറർ ആണ്. ഓക്കെ,
മിസ്റ്റർ ആർ വാസ് ഓഫേർഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 1 month. 1 month ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിസ്റ്റർ ആർ വെന്റ് ടു ദി കമ്പനി പ്രയർ ടു ദി ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുന്നേ ആർ എന്ത് ചെയ്തു? നല്ല മനുഷ്യനാണ്, ക്ലിയർ. പൈസ ലൈക്ക് കൊടുക്കേണ്ട ഡേറ്റ് ആവുന്നതിന് മുന്നേ കമ്പനി പോയി, ക്ലിയർ. ആൻഡ് മെറ്റ് മിസ്റ്റർ സി, ആൻ എംപ്ലോയി അറ്റ് ദ ബില്ലിംഗ് കൗണ്ടർ, ഹു കൺവിൻസ്ഡ് ദ ഫോമർ ദാറ്റ് ദ പേയ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ടു ഹിം ആസ് ദ ബില്ലിംഗ് ക്യാഷ്യർ ഈസ് ഓൺ ലീവ്. അവിടെ അയാൾ ചെന്നപ്പോൾ കണ്ടത് സി എന്ന് പറയുന്ന ഒരു എംപ്ലോയിയാണ്, ക്ലിയർ. മിസ്റ്റർ സി, എൻ എംപ്ലോയി. ആളെന്ത് ചെയ്തു? ഇയാളെ കൺവിൻസ് ചെയ്തു, ലൈക്ക് അയാളുടെ കയ്യിൽ തന്നാൽ മതി ബില്ലിംഗ് അല്ലെങ്കിൽ ക്യാഷിങ്ങിന്റെ ആള്, ലൈക്ക് അക്കൗണ്ട്സിലുള്ള ആളെന്ന് ലീവാണ്, ഞാനാണ് അതിന് റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ അയാളെ കൺവിൻസ് ചെയ്തു. ആർ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും മിസ്റ്റർ സിക്ക് എന്ത് ചെയ്തു? പേയ്മെന്റ് കൊടുത്തു. മിസ്റ്റർ ആർ പെയ്ഡ് ദ മണി ടു മിസ്റ്റർ സി ആൻഡ് ആൾ എന്ത് ചെയ്തു? അതിന് പകരമായിട്ട് സൈൻ ചെയ്ത് സീൽ ചെയ്ത് റെസീറ്റും കൊടുത്തു, ക്ലിയർ. ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് ഡ്യൂ ഡേറ്റ് ആ പറഞ്ഞ 1 month കഴിഞ്ഞപ്പോൾ ആർ എന്ത് ചെയ്തു? കമ്പനിയുടെ കേസിൽ നിന്ന് ആറിന് റിക്കവറി നോട്ടീസ് വന്നു, ക്ലിയർ. 1,50,000 പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്കവറി നോട്ടീസ് വന്നു. ആർ കമ്പനി ഇൻഫോം ചെയ്തു. മിസ്റ്റർ ആർ ഇൻഫോംഡ് കമ്പനി ദാറ്റ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ എബോവ് എമൗണ്ട്. ആ പറഞ്ഞ എമൗണ്ട് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ജെന്യൂൻ റീസൺസിൽ ലൈക്ക് സീനെ ട്രസ്റ്റ് ചെയ്ത ആളെന്ത് ചെയ്തിട്ടുണ്ട്? ബില്ലൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഡ് ഇഷ്യൂഡ് ഇം എ റെസീറ്റ്. ജെന്യൂൻ റീസൺ ടു ട്രസ്റ്റ് മിസ്റ്റർ സി. എംപ്ലോയിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. ആളെന്ത് ചെയ്തിട്ടുണ്ട്? റെസീറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് കമ്പനി എന്ത് ചെയ്തു? കമ്പനി ഫയൽഡ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് മിസ്റ്റർ ആർ. കമ്പനി എന്ത് ചെയ്തു? ആറിന് അഗെയിൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്തു. എന്തിനു വേണ്ടി? ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഡ്യൂസ്. ഡിസ്കസ് ദ ഫേറ്റ് ഓഫ് ദ സ്യൂട്ട് ആൻഡ് ദ ലയബിലിറ്റി ഓഫ് മിസ്റ്റർ ആർ ടുവേർഡ്സ് കമ്പനി ആസ് ഓൺ current date in consonance with the provisions of the Companies Act 2030. Clear? Discuss the fate of the suit and the liability of Mr. R. ഈ സ്യൂട്ടിന്റെ സിറ്റുവേഷൻ എന്താണ്? ആറിന്റെ ലയബിലിറ്റി എങ്ങനെയാണ് വരിക? ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ കൂടെ പറയുന്നുണ്ട്. Would your answer be different if a receipt under the company seal was not issued by Mr. C after receiving payment? പേയ്മെന്റ് റിസീവ് ചെയ്ത സമയത്ത് അങ്ങനെ റെസീറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താണ് എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്റെ ലൈക്ക് നമുക്ക് ആദ്യത്തെ ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഈ സ്യൂട്ടിന്റെ വാലിഡിറ്റി എന്താണ്? ലൈക്ക് ആർ ആ പേയ്മെന്റ് ഇനിയും കൊടുക്കേണ്ടി വരും? ഓൾറെഡി അയാൾ കൊടുത്ത 1,50,000 ഇനിയും കൊടുക്കേണ്ടി വരുമോ? ഗിവ് മി ആൻസേഴ്സ് ഇൻ ദി ചാറ്റ് ബോക്സ്. കമോൺ കമോൺ. ഓക്കെ, കൊടുക്കണ്ടെന്നാ പറയുന്നത്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു ആൻസർ ബി ഡിഫറെന്റ് if a receipt under the company seal was not issued by Mr. C after receiving payment? പേയ്മെന്റ് റിസീവ് ചെയ്തതിന് ശേഷം അയാൾക്ക് അങ്ങനെ റെസീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ അവിടെ പൈസ കൊടുത്തു പോന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം മാറോ? ക്ലിയർ? ഇയാൾ ലയബിൾ ആവോ? ഇയാൾ പേയ്മെന്റ് ഇനിയും കൊടുക്കേണ്ടി വരുമോ? മിസ്റ്റർ ആർ ഇനിയും കമ്പനിക്ക് 1,50,000 കൊടുക്കേണ്ടി വരുമോ? ഗിവ് യുവർ ആൻസേഴ്സ്, യെസ് ഓർ നോ. കമോൺ, പറ 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 പറ. കമോൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ല പാർട്ടിസിപ്പേഷൻ വരട്ടെ. കമോൺ. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലയബിൾ ആവൂല. അപ്പോ ഓക്കെ, ഇതൊക്കെ ഓക്കെയാണ്. ഇത് ഏത് ലൈക്ക് ടോപ്പിക്കുമായിട്ട് കൺസിഡർ, ഏത് പ്രൊവിഷൻ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള മനസ്സിലായോ? ഞങ്ങളുടെ ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ഏത് പ്രൊവിഷനുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് പറയാമോ? ഏത് ഡോക്ട്രിൻ ആണ്? കമോൺ, ഗിവ് മി യുവർ ആൻസേഴ്സ്. ഇസ് മീര രഘുനാഥ് ഗുഡ്? ഇൻഡോർ മാനേജ്മെന്റ് അല്ലേ? ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന് മറ്റൊരു പേര് പറയാമോ? കമോൺ, ഗിവ് മി യുവർ ആൻസേഴ്സ്. കമോൺ കമോൺ കമോൺ, പറ പറ പറ. ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന് മറ്റൊരു പേരില്ലേ? പറടാ. വെരി ഗുഡ്, ടർക്ക് ആൻഡ് റൂൾ. വെരി ഗുഡ് അശ്വിൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ, നീലഞ്ജന, ഗുഡ് ഗുഡ് ഗുഡ്. ടർക്ക് ആൻഡ് റൂൾ, റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്ക്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സംഭവം വരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഇൻഡോർ മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. Fate of the suit and the liability of Mr. R towards the company. Doctrine of Indoor Management ആണ് our topic. Okay. According to Doctrine of Indoor Management, the outsiders are not deemed to have notice of the internal affairs of the company. Outsiders-നായിട്ട് ഉള്ളിൽ എന്ത് നടക്കുന്നുള്ള ഫുള്ള് അറിയാനൊന്നും കഴിയില്ല. ശരിയല്ലേ? നമുക്ക് അതിനുള്ളിൽ പോയിട്ട് ഡയലി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. They are entitled to assume that acts of the directors or other officers of the companies are validly performed. ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് വാലിഡ്ലി പെർഫോം ചെയ്യുന്നുള്ള ഒരു അസംഷനാണ് വരുന്ന ഔട്ട്സൈഡേഴ്സിന് എടുക്കാൻ കഴിയുള്ളൂ. ക്ലിയർ?
if they are within the scope of their apparent authority, അവരുടെ ലൈക്ക് സ്കോപ്പിനുള്ള അവരുടെ അതോറിറ്റിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ. So long as an act is valid under the articles, if done in a particular manner, an outsider dealing with the company is entitled to assume that it has been done in the manner required. അയാൾ ഔട്ട്സൈഡർ ഡീം ചെയ്യുന്നതാണ്, എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ ചെയ്തു പോകുന്നുള്ള ഡീം ചെയ്യുന്നു എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ, ദിസ് ഈസ് ഇൻഡോർ മാനേജ്മെന്റ് റൂൾ. ദ കമ്പനീസ് ഇൻഡോർ അഫയേഴ്സ് ആർ ദ കമ്പനീസ് പ്രോബ്ലം. കമ്പനിയുടെ ഇൻഡോർ അഫയേഴ്സ് ഒക്കെ കമ്പനിയുടെ മാത്രം പ്രോബ്ലം ആണ്, അത് ഔട്ട്സൈഡറിന്റെ തലയിൽ കൊണ്ടിടാൻ കഴിയില്ല. ക്ലിയർ, മിസ്റ്റർ സി ആ പേയ്മെന്റ് വാങ്ങിച്ച് അവനാ പൈസ എന്തെങ്കിലും തിരിമറി നടത്തിയതൊന്നും പുറത്തുള്ള ആൾ അറിയേണ്ട ആവശ്യമില്ല. ക്ലിയർ, ദിസ് റൂൾ ഹാസ് ബീൻ ലേഡ് ഡൗൺ ഇൻ ദ ലാൻഡ്മാർക്ക് കേസ് ദ റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്കൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ആസ് ടർക്കൻ റൂൾ. ക്ലിയർ, in the instant case, Mr. R is not liable to pay the amount of rupees 1,50,000 to MNO Private Limited as he had genuine reason to trust Mr. C, an employee of the company who had issued him a signed and sealed receipt. Clear, അയാൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് സീനെ വിശ്വസിക്കാൻ വേണ്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് സൈൻ ചെയ്ത് സീൽ ചെയ്തിട്ടുള്ള റെസീറ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ, അതുകൊണ്ട് തന്നെ ആർ ഇനിയും ആ 1,50,000 കമ്പനിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു എക്സെപ്ഷൻ ടു ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിലേക്ക് വരുന്ന സമയമാണ്. കാരണം കൃത്യമായിട്ട് റെസീറ്റ് ഒന്നും റിസീവ് ചെയ്യാതെയാണ് ആറ് പേയ്മെന്റ് കൊടുത്തതെന്നുണ്ടെങ്കിൽ. ക്ലിയർ, ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു എക്സെപ്ഷൻ ടു ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. Suspicion of irregularity is an exception to the doctrine of indoor management. The doctrine of indoor management no way rewards those who behave negligently. Who behave negligently. Negligently behave ചെയ്യുന്ന ആളുകൾ ഒരു രീതിയിലും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, റിവാർഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദി ഔട്ട്സൈഡർ ടു മേക്ക് നെസസറി എൻക്വയറി. ലൈക്ക് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓർഡിനറി കോഴ്സിലല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേണ്ട നെസസറി എൻക്വയറി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. ക്ലിയർ, ഇവിടെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ റെസീറ്റ് അണ്ടർ കമ്പനി സീൽ വാസ് നോട്ട് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ സി ആഫ്റ്റർ റിസീവിംഗ് പേയ്മെന്റ് റിസീവ് ചെയ്തതിനു ശേഷം ഒരു റെസീപ്റ്റ് പോലും മേടിക്കാതെ ആറ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആറോടെ എന്താണ്, വെരി നെഗ്ലിജന്റ് അല്ലേ. മിസ്റ്റർ ആർ ഇസ് ലയബിൾ ടു പേ ദ സെയിം എമൗണ്ട് ആസ് ദിസ് വിൽ ബി ഡീംഡ് ടു ബി എ നെഗ്ലിജൻസ്. ക്ലിയർ, അത്ര 1,50,000 കൊടുത്തിട്ട് ആരാണ് റെസീറ്റ് പോലും വാങ്ങാതെ വരുന്നത്? അതും സാധാരണഗതിയിൽ അവിടെ ഉണ്ടാവുന്ന ആളോ അല്ലെങ്കിൽ ബില്ലിങ്ങിലുള്ള ക്യാഷിലുള്ള ഒരാളോ ഒന്നും അല്ല അത് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ സസ്പീഷൻ ഇല്ലേ. ക്ലിയർ, അത്തരം സിറ്റുവേഷൻസിൽ റെസീപ്റ്റ് പോലും മേടിക്കാതെ വന്നെന്നുണ്ടെങ്കിൽ അവിടെ ആറ് നെഗ്ലിജന്റ് ആണ്. ക്ലിയർ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആരെന്ത് ചെയ്യേണ്ടി വരും, ആ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. Part of Mr. R, and it is his duty to make the necessary inquiry to check that whether Mr. C is eligible to take the payment or not. അവിടെ സി എന് എലിജിബിൾ ആണോ ഇല്ല എന്നുള്ളത് നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. മിനിമം റെസീറ്റ് എങ്കിലും വാങ്ങണമായിരുന്നു. അങ്ങനെ നെഗ്ലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവിടെ ലൈക്ക് ആരെങ്കിലും കാണുന്ന ഒരാളുടെ കയ്യിൽ പൈസയും കൊടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇൻഡോർ മാനേജ്മെന്റ് ടർക്കൻ റൂൾ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ പൈസ പിന്നെ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. ക്ലിയർ, അത് എക്സെപ്ഷൻ ആണ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ എക്സെപ്ഷനിൽ വരുന്നതാണ്. സസ്പീഷൻ ഓഫ് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വേണ്ട രീതിയിലുള്ള റീസണബിൾ കെയർ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. മേക്ക് നെസസറി എൻക്വയറി. ക്ലിയർ, എന്ന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ലൈക്ക് കുറച്ചും കൂടെ വിജിലന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. ക്ലിയർ, ദയർബൈ മോക്ക് ടെസ്റ്റ് പേപ്പറിന്റെ സെക്കൻഡ് സീരീസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, ഐ വിൽ ക്ലിയർ ഇറ്റ് ഫോർ യു. നോ ഇഷ്യൂസ്. അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഇതിലില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും നിങ്ങൾ കൺഫ്യൂഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഇൻ റിലേഷൻ ടു യുവർ ക്ലാസ്സസ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാത്തതിന്റെ പേരിലോ ലീവ് എടുത്തതിന്റെ പേരിലോ ഒക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എനി ടൈം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് യുവർ വെരി ക്ലോസ് ഫ്രണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. പ്രത്യേകിച്ച് എക്സാം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ടിന് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കോൺടാക്ട് യുവർ ഫാക്കൽറ്റി. ലൈക്ക് ഒരുമിച്ച് ഫാക്കൽറ്റിയുടെ അടുത്ത് ചോദിക്കുക, രണ്ടുപേരും ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. വരുന്ന ഡിസംബർ ടേമിൽ നമുക്ക് ഫൗണ്ടേഷൻ നല്ല കളർഫുൾ റിസൾട്ട് വേണം. ക്ലിയർ, MTPയും RTPയും മറ്റ് റിവിഷൻ സെഷൻസും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്നുള്ളൊരു ഫീലിംഗ് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. പ്രസന്റേഷൻ ഇഷ്യൂസ് ഉള്ള ആളുകൾ, അങ്ങനെ പല കൺസേൺ ഉള്ള ആളുകളുണ്ടാവും. ഒന്നും വരിയിടാണ്ട, യു പ്രിപ്പയർ ഇറ്റ് വെൽ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും നമുക്ക് ലോയിൽ നല്ല മാർക്കോട് കൂടി മറ്റെല്ലാ ലൈക്ക് പേപ്പേഴ്സും പാസ്സായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് ഇന്ററിന് നമുക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.